വലക്കൽ ഹംദു കമാ നഖൂൽ വലക്കൽ ഹംദു ഖൈറൻ മിമ്മാ നഖൂൽ വലക്കൽ ഹംദു കമാ തഖൂൽ ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون صدق الله العلي العظيم يا من يجيب دعاء مضطر في الظلم يا كاشف الضر والبلوى من السقم قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنمي أدعوك ربي حزينا هائما قلقا فارحم بكائي بها البيت والحرم إن كان جودك لا يرجوه سفهي فمن يجود عليه عسين بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم अखबार की तरफ बनता है मासूम के अरमानों का लहू, अखबार की तरफ बनता है मासूम के अरमानों का लहू। अब रंग की कीमत से कम है
मज़लूम मुसलमानों का लहू वो जहल के हाथों में पकता है, कौनों के सुल्तानों का लहू मदीना को जाए। जी चाहता है मुक़द्दर बनाए, जी चाहता है मदीना के आका दो आलम के मौला तेरे पास आए, जी चाहता है मोहम्मद की बातें, मोहम्मद की सीरत, मोहम्मद की बातें, मोहम्मद की सीरत सुने और सुनाए, जी चाहता है। അനുഗ്രഹീതമായ ഈ ഇൽമിന്റെയും ജ്ഞാനത്തിന്റെയും ദുആയുടെയും സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാരെ, എന്റെ അനുജന്മാരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തെ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാരഥന്റെ സമീപത്ത് അവനെ ഓർത്ത് നല്ല കാര്യങ്ങൾ പറയാൻ നാം ഒരുമിച്ചുകൂടി എന്നതിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അസ്വസ്ഥതകളെയും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് കാമിലായ മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്ലാതെ ചൂടുകൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ മേൽ അവന്റെ കാരുണ്യമായി മഴ വർഷിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഓരോ വർഷവും നടന്നുവരുന്ന ഈ ഉറൂസിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ഇൽമിന്റെ മജ്‌ലിസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളിന്ന് സംസാരിക്കുന്നത് കരുണാവാരിധിയായ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശാലവും സമാധാനത്തിന്റെ ഇടവുമായ പുണ്യസ്വർഗങ്ങളിലേക്കുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ്. സ്വർഗം ചോദിക്കുക എന്നത് വിശ്വാസിയുടെ എപ്പോഴുമുള്ള ആത്മീയാഭിലാഷമാണ് എന്ന് പറയേണ്ടതില്ല. അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോഴൊക്കെ സത്യവിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കുന്ന സ്വർഗം ലഭ്യമാകുവാനുള്ള നേട്ടം ഉണ്ടാവണം. സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് വിശാലമായ സ്വർഗലോകത്തെ ഏറ്റവും ഉന്നതമായ പവിത്രമായ ഫിർദൗസ് നിങ്ങൾ തേടണം എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ ലോകത്ത് അല്ലാഹു സത്യവിശ്വാസികൾക്ക് കനിഞ്ഞരുളിയ സ്വർഗത്തിലെ ഒരിടത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഭൂമിയിൽ പ്രത്യക്ഷമായ 2 സ്വർഗങ്ങളാണുള്ളത് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്
മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യമദീനയിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യമുള്ള അവിടുത്തെ ഖബറിന്റെയും മിമ്പറിന്റെയും അതല്ലെങ്കിൽ അവിടുത്തെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഏതാനും അല്പം സ്ഥലം മാത്രം സ്വർഗത്തിലെ ഇടമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലോകത്തുള്ള കോടാനക്കോടി സത്യവിശ്വാസികൾ മദീനയിലെത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുമ്പിൽ പോയി സലാം പറയുവാൻ കാണിക്കുന്ന താൽപര്യം പോലെ തന്നെ ഈ പുണ്യമായ ഇടത്ത് 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൈ ഉയർത്താൻ താൽപര്യം കാണിക്കുന്നത് ഭൂമിയിലെ സ്വർഗത്തിൽ ഇരിക്കുവാനുള്ള അദമ്യമായ മോഹം കൊണ്ടാണ്. മറ്റൊന്ന് എല്ലാ ഇടങ്ങളിലും സജ്ജീകരിക്കപ്പെടുന്നു മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ പ്രകാശമായ അറിവ് പങ്കുവെക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, പ്രബോധനം ചെയ്യപ്പെടുന്ന, അധ്യാപനം ചെയ്യപ്പെടുന്ന ഇടങ്ങൾ മുഴുവൻ സ്വർഗപ്പൂങ്കാവനങ്ങളാണ്. മദ്രസയുടെ അകത്തളങ്ങൾ അതാണ്, ദർസുകൾ അതാണ്, ദീനീ സ്ഥാപനങ്ങൾ അതാണ്, ആഴ്ചകളിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന മതപഠന ക്ലാസുകൾ അതാണ്. ഇതുപോലെ ഒരുമിച്ച് കൂടി നമ്മൾ വഅള് പറയുന്ന സംഗമങ്ങൾ ആ ഇടമാണ്. എന്നാൽ ഈ നന്മകൾ കൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതാണ്? സുഖലോക സ്വർഗം, ശാശ്വതമായ സ്വർഗം. അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗത്തിലെ സാമീപ്യത്തിലൂടെ നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു തആല ജനിക്കാൻ അവസരം നൽകിയ ഏതൊരാളുടെയും അഭിലാഷം മരണാനന്തര ജീവിതത്തിലെ സ്വർഗമാണ്. ലോകത്ത് 2 വിഭാഗം ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ 2 വിഭാഗം എന്ന് കേൾക്കുമ്പോൾ കരുതും ഞാൻ ആ 2 വിഭാഗത്തിലും പെട്ട ആളല്ല. നേരെ തിരിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യർക്കിടയിലെ 2 വിഭാഗം എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാതെ തരമില്ലല്ലോ. അല്ലാഹു പറയുന്ന 2 വിഭാഗങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമിനൻ നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. സൂറത്തുൽ ബഖറയിലാണ് നമുക്കിടയിലെ 2 വിഭാഗത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതിലൊരു വിഭാഗം സ്വർഗാവകാശികളും മറ്റൊരു വിഭാഗം സ്വർഗത്തിന്റെ സമീപത്ത് പോലും എത്താൻ കഴിയാത്ത, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ അടുക്കൽ പരാജയപ്പെട്ട ഏറ്റവും നഷ്ടം സംഭവിച്ച വിഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മരണാനന്തരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടോ, എന്തെല്ലാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ടോ,
അത് മുഴുവനും ഒരു മടിയും കൂടാതെ വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. അത് കാണണമെന്നോ അത് അറിയണമെന്നോ അതെനിക്ക് അനുഭവത്തിലൂടെ ബോധ്യമാകണമെന്നോ ഒരു നിർബന്ധമൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മരിക്കുന്ന സമയത്ത് അസ്രാഈൽ അലൈഹിസ്സലാം വരുമെന്ന് നമ്മൾ അംഗീകരിക്കുമോ, വിശ്വസിക്കുമോ? അസ്രാഈലിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ വാളുകളിലൂടെ കേൾക്കുന്നു, ഹദീസുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മളിൽ അസ്രാഈൽ അലൈഹിസ്സലാമിന്റെ മുഖാമുഖം കണ്ടവർ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. മലക്കുകളെ കാണാൻ സാധാരണഗതിയിൽ അല്ലാഹു നമുക്ക് അവസരം നൽകാറില്ലല്ലോ. ഖബറിൽ അലൈഹിസ്സലാം വരുമെന്നും അവർ ചോദ്യം ചെയ്യുമെന്നും മറുപടി പറയുമെന്നും ഇല്ലെന്നുമുള്ള ഹദീസുകളും വിശദീകരണങ്ങളും കേൾക്കുന്നവരും അല്ലാഹുവിനോട് കാവൽ തേടുന്നവരുമാണ് നമ്മളെല്ലാവരും. നമ്മളാരും അത് കണ്ടിട്ടില്ല, നമ്മളാരും അത് അനുഭവിച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരേ ഒരു ഹൃദയമേ നമുക്കുള്ളൂ. നീ ഞങ്ങളോടൊരു കാര്യം ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ സംശയിക്കുന്നില്ല റബ്ബേ, ഞങ്ങൾ അതിൽ ആശങ്കപ്പെടുന്നില്ല. അതുണ്ടാകുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. എല്ലാ ദിവസവും രാത്രിയില് ഹജ്ജാത്ത് റാത്തീബ് ചൊല്ലുന്ന ഒരാൾ ചെല്ലാവുന്ന ആമന റസൂൽ അവൻ അല്ലാഹുവിനോട് പറയുന്ന ഒരു കാര്യമാണല്ലോ. ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗങ്ങൾ റബ്ബിനോട് പറയുന്ന കാര്യമാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, സമിഅനാ വഅതഅനാ, നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കേട്ടു റബ്ബേ. കേവലം ചെവി കൊണ്ടുള്ള കേൾവിയല്ല, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അത് കേട്ടു അല്ലാഹ്. ഞങ്ങളത് അനുസരിച്ചു അല്ലാഹ്. ഞങ്ങളതിൽ സംശയിക്കുന്നില്ല. എന്തെങ്കിലും അപാകതകൾ ഞങ്ങളുടെ വിശ്വാസത്തിലോ ഞങ്ങളുടെ ചിന്തയിലോ വന്നിട്ടുണ്ട് എങ്കിൽ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. പടച്ചോനെ, ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ്. അല്ലാഹു ആ ഈമാൻ നമ്മുടെ ഖൽബിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞതെന്തിനാണ്? സ്വർഗം എന്ന ഉന്നതമായ ഇടമുണ്ടല്ലോ, ആ സ്ഥലം നമ്മൾ ഇതുപോലെ വിശ്വസിച്ചേണ്ടത് തന്നെയാണ്. അവിടെയുള്ള അനുഭവങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ഹൂറികളെക്കുറിച്ച്, അവിടെയുള്ള ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അവാച്യമായ സുഖാനുഭൂതികളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നതെന്തോ അറിയുന്നതെന്തോ അത് വിശ്വസിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷെ എന്നാലും മേൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് സ്വർഗത്തിനൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? ആ സ്വർഗം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗം കണ്ടിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹബീബായ നബി അസ്വാദിഖാണ്, സത്യം പറഞ്ഞ ആളാണ്. നമ്മളെവിടുന്ന് പറഞ്ഞാൽ കണ്ടാലും ഇല്ലെങ്കിലും നമ്മളത് അംഗീകരിക്കും, വിശ്വസിക്കും. പക്ഷേ സ്വർഗത്തിന്റെ അനേകം വ്യത്യാസങ്ങളിലൊന്ന് ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് ആ സ്വർഗം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സ്വർഗത്തിലെ അനുഭൂതികൾ ആസ്വദിച്ചെന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്തെ കോടാനക്കോടി മുത്തുനബിയുടെ ഉമ്മത്തിനോട് അവിടുത്തെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു വരില്ലായിരുന്നല്ലോ എന്ന് ഒരു കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. അതൊരു വല്ലാത്ത വാക്കാണ്.
മുത്തുനബിയുടെ ശരീരം കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും അവരുടെ സ്വപ്നദർശനങ്ങളിലൂടെ ആത്മീയമായ അനുഭവങ്ങളിലൂടെ, എന്നാൽ ഒരു തവണ യഥാർത്ഥ ശരീരം കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആനയിക്കുകയാണ്. ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു. എന്നിട്ട് അവിടുത്തെ അനുഭവങ്ങൾ പറയാം. എന്താ പറയുന്നത്? ഫഇദാ ഫീഹി റുമൈസാ, ഞാനവിടെ റുമൈസയെ കണ്ടു. റളിയല്ലാഹു അൻഹ. റുമൈസ എന്ന വാക്കിന്റെ അർത്ഥം കണ്ണിന്റെ പോള വീർത്തവൾ എന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഉറക്കമൊഴിച്ച് ഈ മഹനീയമായ ഇൽമിന്റെയും ദീനിന്റെയും വഴിയിൽ ഉറക്കമൊഴിച്ചിട്ട് റുമൈസ എന്നവരുടെ കണ്ണിന്റെ പോളകൾ വീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരുടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഫഇദാ ഫീഹി റുമൈസ, അവിടെ ഞാൻ റുമൈസയെ കണ്ടു. ഇംറഅതു അബീ തൽഹ, നമ്മുടെ അബൂ തൽഹയുടെ ഭാര്യയാണത്. സഹോദരിമാർക്ക് കൂടിയാണ് ഞാനിത് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കാൻ, അതിന്റെ മാർഗങ്ങൾ അന്വേഷിക്കാൻ എന്റെ സഹോദരിമാരെ, നിങ്ങൾ റുമൈസ ബീവിയെ പഠിക്കുക, ഉമ്മു സുലൈമിനെ പഠിക്കുക. വഴിയിലൂടെ പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ചല്ല, തന്നിൽ വിശ്വസിച്ച ജീവിച്ചിരിക്കുന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സ്വഹാബീ വനിതകളിലെ ശ്രേഷ്ഠയായ കുലീനയായ സ്ത്രീയെക്കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. ദഖൽതുൽ ജന്ന ഫഇദാ ഫീഹി റുമൈസ റളിയല്ലാഹു അൻഹയെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു. ചിന്തിക്കണം, സ്വർഗ്ഗത്തിൽ കടക്കുക എന്നുള്ളത് വലിയ എളുപ്പമുള്ള ഏർപ്പാടായിട്ട് നമ്മൾ ആരും കരുതരുത്. അതിനധ്വാനിക്കേണ്ടി വരും, അതിന് ബുദ്ധിമുട്ടേണ്ടി വരും, അതിനൊരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, അതിന് പ്രിയപ്പെട്ട പലതും ത്യജിക്കേണ്ടി വരും, അതിനിഷ്ടപ്പെട്ട പലതും മാറ്റിവെക്കേണ്ടി വരും. റുമൈസ ബീവിയെ അതുകൊണ്ടെല്ലാം കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ കണ്ടത്. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. സ്വഹാബികളിൽപ്പെട്ട ഓരോരുത്തരും നബിയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് ഇങ്ങനെ വരികയാണ്. പള്ളിയിൽ അല്ല, റസൂൽ താമസിക്കുന്നിടത്തേക്ക് ഇങ്ങനെ വരിക. ചില ആളുകൾ ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നു, വേറെ ചില ആളുകൾ കാരറ്റ് കൊടുക്കുന്നു, ചിലർ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സമ്മാനമായി കൊടുക്കുമ്പോ റുമൈസ റളിയല്ലാഹു അൻഹ വരുന്നത് ഒരു സമ്മാനവുമായിട്ടാണ്. നബിയേ, അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ സമ്മാനമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സമ്മാനം കൊടുക്കുകയാണ്. ഏതാണ് ആ സമ്മാനം? തന്റെ പ്രിയപ്പെട്ട മകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ. 10 വയസ്സായ അനസ് ഇബ്നു മാലിക്കിനെ ഹബീബായ നബിയുടെ കയ്യിലേക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. തന്റെ രക്തത്തിൽ പിറന്ന, തനിക്ക് ഭാവിയിൽ സംരക്ഷണം തരുമെന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ട, താൻ ഭാവിയിൽ എല്ലാ രീതിയിലും തന്റെ ഒരു കാവലായി കാണേണ്ട അനസ് എന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോനെ പ്രിയപ്പെട്ട റുമൈസ റളിയല്ലാഹു തആല അൻഹ മുത്ത് റസൂലിന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ സ്വർഗ്ഗത്തിൽ പോയപ്പോ ഞാനവിടെ റുമൈസയെ കണ്ടു, അബൂ തൽഹയുടെ ഭാര്യയായ റുമൈസയെ. നമ്മൾ ചിന്തിക്കണം, എന്തേ നമ്മൾ ഈ റുമൈസ ബീവിയുടെ ബാക്കിയാണോ സഹോദരിമാരെ? അതെങ്ങനെയാ? ഇന്നെങ്ങനെയാ ദീനിന് വേണ്ടി സമർപ്പിക്കുക? ദീനിന് വേണ്ടി ഈ കാലഘട്ടത്തിലുള്ള സമർപ്പണം ഇൽമിന് വേണ്ടിയുള്ള സമർപ്പണമാണ്. വളരെ ചെറുപ്പം മുതൽ ഇൽമുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമർപ്പിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട റുമൈസ ബീവിയുടെ അനുയായികളായ നമ്മൾ ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നതിന് നമ്മൾ എതിരല്ല.
3 വയസ്സായ തലച്ചോറിങ്ങനെ ഉറച്ചു വരുന്ന കാര്യങ്ങളിങ്ങനെ സ്ഫുടമായി സംസാരിക്കാൻ പോലും കഴിയാത്ത പ്രായത്തില് ഒരു ബിസ്മി പഠിക്കേണ്ട സ്ഥാനത്ത്, ഒരു ഫാത്തിഹ പഠിക്കേണ്ട സ്ഥാനത്ത് മാതാവിന്റെയും പിതാവിന്റെയും സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി ഇംഗ്ലീഷിൽ കവിതകളും മറ്റ് സംസ്കാരങ്ങളും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതിന് പകരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ 90ാം വാർഷിക സമ്മേളനത്തിൽ അൽബിർ സ്കൂൾ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ സമർപ്പണം അത്തരം രംഗത്തേക്കാവണം. അവിടെ കുട്ടികൾ ചെല്ലട്ടെ. 3.5 വയസ്സായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നഴ്സറി സമ്പ്രദായത്തിലേക്ക് നമ്മൾ ചേർക്കുക. അവരവിടെ അക്ഷരമാലകൾ പഠിക്കട്ടെ, അവരവിടെ ഖുർആൻ പഠിക്കട്ടെ, അവരവിടെ ആത്മീയമായ ബോധം അവരുടെ ഹൃദയത്തിൽ 3.5 വയസ്സിൽ തന്നെ വളർന്നു തുടങ്ങട്ടെ. 4 വയസ്സിലും 5 വയസ്സിലും അവർ കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹ് എന്ന വിചാരം ഉറങ്ങട്ടെ. ഇന്നത്തെ കാലത്ത് റുമൈസ ബീവിയുടെ അനുയായികളാവുന്നവർ ചെയ്യേണ്ട പരിപാടിയാണ്. മദ്രസയിലുള്ള പഠനം ഒരു കാരണവശാലും മക്കൾക്ക് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പലരുടെയും പരിപാടികൾ അതാണ്. സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ താൽപര്യം കാണിക്കുന്ന നമ്മൾ, അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിനൊരിക്കലും നമ്മളെതിരല്ല. ഉമ്മയും ബാപ്പയും കൂടെ ഇരുന്നിട്ട് ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങുകളും കണക്കിലെ പ്രോബ്ലംസും അതുപോലെ ഓരോന്നും മക്കളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ നമ്മൾ താൽപര്യപ്പെടുമ്പോൾ, എന്റെ സഹോദരിമാരെ, ഖുർആൻ ഒരുമിച്ചിരുന്ന് ഓതാനും കർമ്മശാസ്ത്രത്തിൽ അവർ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കുവാനും അവരുടെ നിസ്കാര കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് സാധ്യമാകുന്നില്ല. റുമൈസ ബീവിയുടെ അനുയായികളാകുന്ന നമ്മൾ അതല്ലേ മക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. മക്കൾക്ക് 10 വയസ്സ് കഴിഞ്ഞു, മദ്രസ 5ാം ക്ലാസ് പാസ്സായി. നമ്മളെന്താ ചിന്തിക്കുന്നത്? അവൻ ചെറിയ കുട്ടിയാണ്. എന്നാൽ ഈമാനിക ബോധമുള്ളവർ, മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ, നേരത്തെ ഞാൻ പറഞ്ഞ റുമൈസ ബീവിയുടെ അനുയായികൾ, സ്വർഗ്ഗത്തിൽ കണ്ട റുമൈസ റളിയല്ലാഹു തആല അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിച്ചതുപോലെ ഈ സ്ത്രീകൾ ചെയ്യുന്നതെന്താണ്? എന്റെ മോന് 10 വയസ്സ് കഴിഞ്ഞു, ആ മോനെ മദ്രസ 5ാം ക്ലാസ് പാസ്സായി, അവന് ചേരാൻ പറ്റിയ മഹത്തായ പ്രസ്ഥാനങ്ങളുണ്ട്. അതാ ചിന്തിക്കുക. ഉദാഹരണമായിട്ട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്തേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല? ആലോചിക്കുന്നവരില്ല എന്നില്ല. എന്തേ നമ്മൾ ആലോചിക്കുന്നില്ല? 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെ 12 കൊല്ലം ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിച്ച് എന്റെ മോൻ ഒരു ഹുദവിയായി പുറത്തു വരട്ടെ. ഇനി ആ സമയത്ത് കഴിഞ്ഞില്ല. ലോകത്തൊന്നാകെ വ്യാപകമായ ഇന്ന് കേരളത്തിൽ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്ന പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയുടെ മനോഹരമായ ജൂനിയർ കോളേജുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. നിങ്ങളിത് അതിന്റെ പ്രഖ്യാപനം നാളെ നടത്തുകയാണെന്നാ പറയുന്നത്. 7ാം ക്ലാസ് പാസ്സായ നമ്മുടെ കുട്ടികളെ ചേർത്ത് അവർക്ക് മതബോധിക വിദ്യാഭ്യാസം നൽകി 7 കൊല്ലം അവരെ പഠിപ്പിച്ച് 2 കൊല്ലം പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്ക് പറഞ്ഞേച്ച് ആ സ്ഥാപനത്തിൽ നിന്ന് ഫൈലി ബിരുദം നേടി പുറത്തിറങ്ങാൻ കഴിയുന്ന രീതിയിൽ മക്കളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. ഇതാണ് ഈ കാലഘട്ടത്തിലെ സമർപ്പണമെന്ന് പറയുന്നത്. എന്റെ അടുക്കൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ പൈസ ഇല്ല. എന്തായാലും പൈസ ഉള്ളവൻ ചിന്തിക്കുന്നത് എന്റെ മോനെ പിന്നെന്താണ് SLC കഴിഞ്ഞ് ആ രീതിയിൽ പഠിച്ചു പോകട്ടെ. എന്റെ പൊന്നാര മകൻ പൈസ ഇല്ലാത്തവനോ, എല്ലാവരും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പണ്ഡിതനാക്കിയാൽ, മുസ്ലിയാരാക്കിയാൽ, ഹുദവിയാക്കിയാൽ, വാക്കിയാക്കിയാൽ, ഫൗളിയാക്കിയാൽ, ദർസുകളിൽ ചേർത്താൽ അവൻ ഒരുപക്ഷെ ഭൗതികമായി നഷ്ടപ്പെട്ടവനാകുമോ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം നമ്മൾ സമർപ്പണബോധത്തോടെ ഈ കാര്യത്തെ സമീപിക്കണം എന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. ഇനി SSLC കഴിഞ്ഞാലോ ഇതതിന്റെ സമയമാണ്. SSLC കഴിയുന്ന സമയമാണ്.
ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഈ മഹല്ല് എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ നമുക്ക് മക്കളുണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അതിന് പറ്റുന്ന മക്കളുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ള നമുക്കറിയാവുന്ന മക്കളുണ്ടാവും. ചിലപ്പോൾ സഹോദരിയുടെ മക്കളായിരിക്കും. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, തീരെ പഠിപ്പും വിവേകവും ഇല്ലാത്തവനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കുക. ആ കാലത്ത് കഴിഞ്ഞുപോയി. ഞാനൊരിക്കൽ ട്രെയിനിൽ ആലുവയില പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് എന്നോടൊരാള് അടുത്തിരുന്ന് ഇങ്ങനെ പറയാൻ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്കൊരു പെങ്ങളുടെ മോനുണ്ട്. പഠിക്കാന്ന് പറയുന്ന അവന്റെ നിഘണ്ടുവിലില്ല. അവൻ 3ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റു. ഇപ്പൊ 4ാം ക്ലാസ്സിൽ 2ാമത്തെ വർഷം തോറ്റിട്ടിരിക്കുകയാണ്. അവനെ ഉസ്താദിന്റെ സ്ഥാപനത്തിലൊന്ന് ചേർത്ത് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ കാലത്ത് കഴിഞ്ഞുപോയി. ഇനിയിപ്പോ SLC കഴിഞ്ഞു, വാപ്പിയുടെ എല്ലാ പരസ്യങ്ങളും വന്നു കഴിഞ്ഞു, സ്ഥാപനങ്ങൾ അഡ്മിഷന് വേണ്ടി ക്ഷണിച്ചു, ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ഇടയിൽപ്പെട്ട ചില ആളുകൾ വരും ഉസ്താദിന്റെ അടുക്കലേക്ക്. ഉസ്താദ്, ഞാൻ മോൻ എല്ലാ വിഷയത്തിലും A+ ആണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ അവൻ എല്ലാ വിഷയത്തിലും D+ ആണ് കിട്ടിയത്. അവൻ എന്തെങ്കിലും ചെയ്ത് പഠിപ്പിക്കാൻ കഴിയുമോ? നന്നായി പഠിക്കാൻ കഴിയുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഇനി അഥവാ മാർക്ക് കുറവുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിനുള്ള കുട്ടികളാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിനാവശ്യമായ രീതിയിലുള്ള പുരോഗമനത്തിനുള്ള വഴികൾ തുറന്നുകൊടുത്ത് ഇത്തരം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്, ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മദ്രസ 5ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം തൊട്ടടുക്കലുണ്ട്. അപ്രകാരം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പെൺകുട്ടികൾക്ക് വസിയ്യ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. മക്കളെക്കുറിച്ച് ആശങ്കയോടെയല്ല, അഭിമാനത്തോടെ, സന്തോഷത്തോടെ അവർക്ക് ദീനീ ദുനിയാവും ഒരുമിച്ച് കിട്ടുവാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. റുമൈസ റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടായോ? ഒരു കുറവുണ്ടായിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിച്ച സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്. മദീന നിവാസികളൊക്കെ കൊല്ലത്തിൽ ഒരു തവണ വിളവെടുക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കൊല്ലത്തിൽ 2 തവണ വിളവെടുത്ത് വലിയ സമ്പന്നന്മാരിൽ ഇടം നേടിയിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോ മക്കളും പേരക്കിടാങ്ങളുമായി 120ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ തലമുറയിൽ വളർന്നു വരുന്നത് കണ്ടിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് സ്വഹാബികളുടെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു, പണ്ഡിതനായി, മതഭൗതിക വിദ്യാഭ്യാസമുള്ളവനായി എന്ന് കരുതിയത് കൊണ്ടവന് യാതൊരു നഷ്ടവുമില്ല. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമുക്കിടയിൽ ഒരു LLB പാസ്സായ ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന് സങ്കല്പിക്കുക. ഞാൻ അങ്ങനെയുള്ളവരെ പശ്ചാത്തലമില്ല, പക്ഷേ നമ്മൾ സങ്കല്പിക്കുക, നമുക്കിടയിൽ LLB പാസ്സായ ഒരാളുണ്ട്. ആ വ്യക്തിയുടെ SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒന്നുകിൽ 3 വർഷമോ അതല്ലെങ്കിൽ 5 വർഷമോ ചെയ്യുന്ന ആ പഠനമുണ്ടല്ലോ. ഡിഗ്രി കഴിഞ്ഞ് 3 വർഷം, +2 കഴിഞ്ഞ് 5 വർഷമുള്ള അവന്റെ LLB പഠനമുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടവൻ ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ടി വരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയങ്കരനായ ഒരു ഹുദവി സുഹൃത്ത് LLB പാസ്സായി. ഞാൻ അവനെ അഭിനന്ദിച്ചു, പല വേദികളിലും ഞാൻ സംസാരിച്ചു. കാരണം എനിക്കതിനുള്ള അഭിമാനമെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പള്ളിയിലെ ഹസീബാണ് അദ്ദേഹം. മദ്രസയിലെ അധ്യാപകനായിരുന്നു. മദ്രസ അധ്യാപനം കഴിഞ്ഞാൽ കോഴിക്കോട് ലോ കോളേജിലേക്ക് തലപ്പാവ് ധരിച്ചതല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് വെള്ളവസ്ത്രം ധരിച്ചിട്ട് ഇവൻ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം പഠിക്കാൻ പോകും. 3 കൊല്ലം പഠിച്ചു. അനേകം പ്രഗത്ഭരായ ആളുകൾ, അവരുടെ സന്താനങ്ങൾ കോഴിക്കോട് ലോ കോളേജിൽ നടന്ന നിയമബിരുദം നേടിയവർക്കുള്ള അംഗീകാര പത്രം നൽകുമ്പോ
പണ്ഡിതനായ തലപ്പാവ് ധരിച്ച കുന്നമംഗലം പള്ളിയിലെ എന്റെ പ്രിയങ്കരനായ ഹുദവി സുഹൃത്ത് അവിടെ നിന്ന് LLB ബിരുദം വാങ്ങുമ്പോ അതിൽ അഭിമാനം കൊള്ളാതിരിക്കാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാവുക? ഞാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, കഴിയുന്നവരെ പ്രതിജ്ഞയെടുത്തോളൂ. മക്കളെ അരിമീങ്ങളാക്കാൻ, മക്കളെ കീഴുള്ളവരാക്കാൻ അല്ലാഹുവാണ്. നിങ്ങൾ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരില്ല, നിങ്ങൾ അതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരില്ല. അതേ സമയത്ത് അവനൊന്നും അറിയില്ല, എന്നാൽ അവൻ ഇങ്ങനെയാവട്ടെ, അതല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ ഈ വഴി ഒരുപക്ഷെ അത് വിജയിക്കുകയില്ല എന്നല്ല, അത് വിജയിച്ചു കൊള്ളണമെന്നില്ല. ഇൻഷാ അല്ലാഹ് കൊച്ചുമക്കളുള്ളവരുണ്ടാകും, ചെറിയ കുട്ടികളുള്ളവരുണ്ടാകും. എനിക്കറിയാവുന്ന വലിയൊരു സമ്പന്നനായ ആളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ഞാനിത് വിശദീകരിച്ച് പറയുകയല്ല, ഞാൻ ആ ഭാഗം അവിടെ നിർത്താം. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സഹോദരനുണ്ട്, എന്റെ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിന്റെ 2 മക്കൾ ഞാൻ പഠിപ്പിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്, കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരിക്കൽ അദ്ദേഹം ചെമ്മാട് വന്നു, ദാറുൽ ഹുദയിൽ വന്നു, ഈ കാമ്പസ് കണ്ട് ഹുദവികളെ പരിചയപ്പെട്ടു, സ്ഥാപനം മനസ്സിലാക്കി, ഇതിന്റെ ഘടനകൾ കണ്ടു. അദ്ദേഹം പറയാണ്, ദാറുൽ ഹുദയുടെ മുന്നിൽ വെച്ച് ഞാൻ അന്ന് നിയത്ത് ചെയ്തു, അല്ലാഹുവേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ, ആൺകുട്ടികളുണ്ടായാൽ, അവർക്ക് 10 വയസ്സായാൽ ഞാൻ അവരെ ദീനിന് വേണ്ടി സമർപ്പിക്കും. ഞാൻ എന്നോട് പറയാണ്, ഞാൻ അവരെ ദീനിന് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ അയാൾക്ക് ആദ്യത്തെ മകനുണ്ട്, ആ മകനെ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്ത്, 2ാമത്തെ മകനെയും കോളേജിൽ കൊണ്ടുവന്ന് ചേർത്ത്. 1ാമത്തെയാൾ 8ാം വർഷമായി, 2ാമത്തെയാൾ 7ാം വർഷമായി. എന്റെ ഉമ്മമാരെ, ഇവിടെ ഇരിക്കുന്ന മറക്കപ്പുറത്തിരിക്കുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങളാണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടാവില്ല, അവർ ഗൾഫിലായിരിക്കും, അവർ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും, അവർ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയവരായിരിക്കും. അത്തരമൊരു നല്ല തീരുമാനം ഒന്നുകിൽ മക്കളെ ബസ്സിൽ പറഞ്ഞേക്കാൻ, ഹുദവിയാക്കാൻ, വാസിയാക്കാൻ, ഞാനീ പറഞ്ഞ ജാമിഅനൂരിയുടെ കോളേജുകളിൽ ചേർക്കാൻ, വക്കീലയാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവൻ തിരിച്ച് നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കാലുകൾ അവൻ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റുമയ്യ ബീവിയെ സ്വർഗ്ഗത്തിൽ കാണാനുള്ള കാരണങ്ങളിൽ ഒന്നാ ഞാൻ പറഞ്ഞത്. മക്കളെ ഈമാനോടുകൂടെ റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിച്ചു. വലിയ ഈമാനുള്ളയാളായിരുന്നു, തെറ്റിലേക്ക് പോകാത്തയാളായിരുന്നു. നിങ്ങൾ കണ്ടോ, റുമൈസ ബീവി റളിയല്ലാഹു അൻഹ വിധവയാണ്. ഭർത്താവ് ഒന്നുകിൽ മരിച്ചുപോയി, അതല്ലെങ്കിൽ അവർ മുത്തല്ലഖത്തായിരുന്നു, മരിച്ചുപോയി എന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് മുൻഗണന നൽകാം. മാലിക് എന്നായിരുന്നു ഭർത്താവിന്റെ പേര്. അദ്ദേഹം മുസ്ലിമായിട്ടല്ല വിട പറഞ്ഞത്. മാലിക് എന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം റുമൈസ ബീവി വിധവയായി കഴിയുകയാണ്. മക്കയിലെ മദീനയിലെ സമ്പന്നന്മാരിൽപ്പെട്ട ആളായിരുന്നു, മദീനയിലെ പ്രമുഖനായിരുന്നു, ചരിത്ര പ്രസിദ്ധനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനൊരാഗ്രഹം, സൽസ്വഭാവിയും എല്ലാ രംഗത്തും പ്രസിദ്ധയുമായ ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചാലോ. അങ്ങനെ ചെന്നു. ഉമ്മു സുലൈമിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം, നരകത്തിലേക്കുള്ള വഴികൾ ഒരു മടിയും കൂടാതെ അന്വേഷിക്കുന്ന സ്ത്രീകൾ അല്ലേ. ഒരു മിസ് കോൾ വരുമ്പോഴേക്ക് എനിക്ക് പിന്നെ അത് മതി, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നൊന്ന് സ്നേഹത്തിന്റെ വാക്കുകൾ പറയുമ്പോഴേക്ക് പിന്നെ എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് വാപ്പ വേണ്ട, എനിക്ക് കുടുംബക്കാര് വേണ്ട, നാട്ടുകാര് വേണ്ട, അവരുടെ അഭിമാനം വേണ്ട. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പറയുന്നവരെ റുമൈസ ബീവിയുടെ അടുക്കലേക്ക് അബൂ തൽഹ കല്യാണ അന്വേഷണവുമായി വന്നു. റുമൈസയോട് പറഞ്ഞു, ഉമ്മു സുലൈം, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമാണ്, വലിയ ഇഷ്ടമാണ്. അത് ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ സൽസ്വഭാവവും മറ്റുമൊക്കെ ഞാൻ അന്വേഷിച്ചതുകൊണ്ട് എനിക്ക് വന്ന ഒരു താല്പര്യമാണ്. റുമൈസ ബീവി മറുപടി പറഞ്ഞു, അബൂ തൽഹ,
നിങ്ങളെപ്പോലെയുള്ള ഒരാളെന്നെ കല്യാണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനത് നിരാകരിക്കണം? എനിക്കൊരു താല്പര്യമാണ്. പക്ഷേ നമ്മൾ യോജിക്കില്ലല്ലോ. നമ്മൾ രണ്ട് ആദർശക്കാരാണല്ലോ, നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായക്കാരാണല്ലോ. നീ സ്വർണവും വെള്ളിയുമാണോ ഉദ്ദേശിക്കുന്നത്? തുരീദീന الذهب والفضة, സ്വർണവും വെള്ളിയുമാണോ വേണ്ടത്? ഉമ്മുസുലൈം പറഞ്ഞു, എനിക്കതൊന്നുമല്ല വേണ്ടത്, നിങ്ങളുടെ ഈമാനാ വേണ്ടത്. അതാണ് ഒരു പെണ്ണിന്റെ ആർജവം, ഒരു സ്ത്രീയുടെ ആർജവം അതാണല്ലോ. എനിക്ക് നിങ്ങളുടെ വിശ്വാസമാണ് വേണ്ടത്. ഉമ്മുസുലൈം മറുപടി പറയുകയാണ്, അബൂ തൽഹ, എങ്ങനെയാണ് ഏതെങ്കിലും കറുത്ത വർഗക്കാർ, ആഫ്രിക്കക്കാർ മരങ്ങളിൽ കൊത്തിയുണ്ടാക്കിയ, കല്ലുകളിൽ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളെയും ഇലാഹുകളായി നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഹൃദയത്തിൽ തറച്ച ചോദ്യം. കല്ലുകളിലുണ്ടാക്കിയ, മരങ്ങളിലുണ്ടാക്കിയ ഇലാഹുകളെ നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഇതാ ചോദിക്കേണ്ടത്. ഈ വഴിയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് സഹോദരന്മാരെ. അതല്ലാതെ അവനനുസൃതമായ വർത്തമാനങ്ങളല്ല. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ഏതെങ്കിലും വ്യക്തിഗതപരന്മാർ നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിക്കുമ്പോ പരമാവധി മൗനം പാലിക്കുക, കുറിഞ്ഞു കളയുക. ഇനി അഥവാ നിങ്ങൾ ആർജവമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഈമാൻ തെറ്റിപ്പോവുകയില്ല എങ്കിൽ, റുമൈസ ബീവിയെ പോലെ അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള വർത്തമാനങ്ങൾ പറയുക. റുമൈസ റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹയോട് ചോദിച്ചപ്പോ അബൂ തൽഹയുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. എന്താണ് നീ പറ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ഞാൻ എന്തു ചെയ്യണം? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഉമ്മു സുലൈം മറുപടി പറയുകയാണ്, ഇദ്ഹബ് ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോ. എന്നിട്ട് നിങ്ങൾ മുസ്ലിമാവ്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമുക്കിടയിലില്ല. അബൂ തൽഹ ചിന്തിച്ച് ശരിയാണല്ലോ, എങ്ങനെയാണ് ഞാൻ ഈ ആരാധനകളിൽ ഏർപ്പെടുക? കല്ലുകളെയും ബിംബങ്ങളെയും ആരാധിച്ചത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് പോവുകയാണ്. റസൂലും സഹാബികളും പരിശുദ്ധമായ മദീന പള്ളിയിലിരിക്കുമ്പോ തടയും താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അബൂ തൽഹ കടന്നു വരുമ്പോ ഇവിടെയുള്ള സഹാബികളോട് അവിടുന്ന് പറഞ്ഞു, സഹാബാ അബൂ തൽഹ, അബൂ തൽഹ ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ഇസ്ലാമിന്റെ പ്രകാശം രണ്ട് കണ്ണുകൾക്കിടയിലും വെച്ചുകൊണ്ട് അതാ അബൂ തൽഹ വരുന്നു എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് എന്തുണ്ടായത്? ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നു, അവിടെ ഞാൻ റുമൈസയെ കണ്ടു. സയ്യിദുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറയുമ്പോ ഞാൻ ആ സ്വർഗത്തിലൂടെ നടന്നുപോയി. ഞാനിങ്ങനെ ഒരു കാൽപാദത്തിന്റെ ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി, ഇതാരുടെ ശബ്ദമാണ്? അത് നമ്മുടെ ബിലാലായിരുന്നു, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ബിലാൽ റളിയല്ലാഹു അൻഹു നേരത്തെ സ്വർഗ്ഗത്തിൽ കടന്നു? ഒരിക്കൽ നബി ചോദിച്ചു, ബിലാലേ, എപ്പോഴും ഞാൻ സ്വർഗം കാണുമ്പോ, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ, സ്വപ്നത്തിലോ ആത്മീയമായ അനുഭവത്തിലോ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ താങ്കൾ എന്റെ മുന്നിൽ കടന്നതായി ഞാൻ കാണാറുണ്ടല്ലോ. എന്താണ് അതിന് കാരണം? എന്താ മറുപടി എന്നറിയോ? ആ മറുപടി ഞാൻ പറഞ്ഞാൽ എന്റെ സഹോദരന്മാരും സഹോദരിമാരും അത് പാലിക്കാൻ തയ്യാറാകണം. യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും വുളൂഉള്ള ആളായിരിക്കും. എപ്പോഴെന്റെ വുളൂഉ മുറിയുന്നുവോ
ആ വുളൂ ഞാൻ പുതുക്കുകയും ആ വുളൂവിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു അത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ വലിയ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും ജീവിതം നോക്കൂ. അവരുടെ പ്രത്യേകതകളിൽ ഒന്നായിരിക്കും അവർ ദാഇമുൽ വുളൂ ആണ്. എപ്പോഴും വുളൂ ഉള്ള ആളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തേ നമുക്കത് പറ്റില്ലേ? പറ്റും. നിഷ്പ്രയാസം സാധ്യമാകുന്ന ഒരു സംഗതിയാണ് എപ്പോഴും വുളൂ ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വുളൂ ഉണ്ടായാൽ സ്വാഭാവികമായും ആ വുളൂവിന്റെ ചിന്ത നമുക്കുണ്ടാകും. തെറ്റുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. ആ വുളൂവിന്റെ ശുദ്ധി എന്ന് പറയുന്നത് കേവലം ശരീരത്തിന്റെ ശുദ്ധിയല്ലല്ലോ. വുളൂവിന്റെ ശുദ്ധി ആത്മികമായ ശുദ്ധിയാണ്. എന്താ നമ്മൾ അത് മനസ്സിലാക്കാത്തത്? വുളൂ എന്ന് പറഞ്ഞാൽ കയ്യിലെ ചളി കളയാനുള്ളതല്ല, മുഖത്തുള്ള ചളി കളയാനുള്ളതല്ല, മൂക്കിലുള്ള വൃത്തികേടുകൾ കളയാനുള്ളതല്ല, കാല് കഴുകിയത് അതിന്റെ ചളി കളയാനുള്ളത് മാത്രമല്ല, അത് വെളിച്ചമാണ്, അത് പ്രകാശമാണ്, അത് ആത്മീയമായ ഒരു അനുഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തുൽ കിറാം ചോദിച്ചത് എന്താണെന്നറിയില്ലേ? നബിയേ, അങ്ങ് കണ്ടിട്ടില്ലാത്ത വരാനിരിക്കുന്ന അങ്ങയുടെ ഉമ്മത്തിനെ എങ്ങനെയാണ് നാളെ അങ്ങ് തിരിച്ചറിയുക? എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ വെച്ചങ്ങ് മനസ്സിലാക്കുക? അവിടുന്ന് പറഞ്ഞതെന്താ? ഉർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂ. വുളൂഇന്റെ അവയവങ്ങളിലൂടെ ഞാൻ അവരെ തിരിച്ചറിയും. ആ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ അനുഭവമാണ്. അത് പതിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു തീരുമാനമായിട്ടുണ്ടാകണം. നമ്മൾ വിചാരിക്കും വുളൂ എടുത്താൽ മുറിയല്ലോ, മുറിഞ്ഞാൽ വീണ്ടും വുളൂ എടുക്കുക. അത് പ്രയാസമുണ്ടാവുക. ഞാൻ പറയട്ടെ, ഒരു 4 ദിവസമാണ്. 4 ദിവസം നിങ്ങൾ തുടർച്ചയായി വുളൂ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 5ാമത്തെ ദിവസം പിന്നെ നിങ്ങളത് മറക്കൂല. സഹോദരിമാർക്കൊക്കെ ആ വിഷയം വളരെ സുഖമാണ്, അല്ലേ? പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഉറങ്ങാൻ പോകുമ്പോ നമ്മൾ അതൊരിക്കലും മറക്കരുത്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് വുളൂ ചെയ്ത് ഉറങ്ങുന്നവർ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുള്ള എല്ലാവരും കൈപൊക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആണോ? എന്നാൽ ഇന്ന് മുതൽ വേണം. അപ്പൊ നിങ്ങൾ പറയും, ആ വുളൂ ഉറങ്ങിക്കഴിഞ്ഞാൽ മുറിയില്ലേ? ഇല്ല. ആ വുളൂ എന്ന് പറഞ്ഞാൽ മുറിയാത്ത ഒരു വുളൂ. ഒരുപക്ഷെ ആ വുളൂ കൊണ്ട് നിസ്കരിക്കാൻ പറ്റിക്കോണമെന്നില്ല ഉറങ്ങിയതിനു ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ് കഴിയും. അല്ലെങ്കിൽ ആ വുളൂ ഭാര്യയെ തൊട്ടാൽ, അവൾ അടുത്ത് കിടന്നാൽ ആ വുളൂ ഉണ്ടോ എന്ന അവസ്ഥയിൽ നിന്ന് മാറില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ആ വുളൂ ചെയ്യാൻ നേരം ഉണ്ടാവും. ഇത് ഉറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വുളൂ ആണ്. ഞാൻ സഹോദരിമാരോടും നിങ്ങളോടും പ്രത്യേകമായിട്ട് ഈ മജ്‌ലിസിൽ വെച്ച് പറയാണ്, വുളൂ എന്ന് പറയുന്നത് പതിവാക്കിയാൽ അതിനൊരുപാട് സവാബുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ കണ്ടത് ഈ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ്. ഒരുപാട് ബഹുമാനങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് വേറെയുണ്ട്. ആ ബഹുമാനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പോഴും ഉള്ള ആളായിരുന്നു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഞാനൊരു കൊട്ടാരം കണ്ടു. അതിന്റെ കമനീയത കണ്ടപ്പോ, അതിന്റെ മനോഹാരിത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇത് എനിക്കുള്ള കൊട്ടാരമാണ്. കാരണം അത്രമേൽ ഭംഗിയുണ്ട്, അത്രമേൽ മനോഹരമാണ്. പക്ഷേ ആ കൊട്ടാരം അതിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയപ്പെടുകയാണ്, നബിയേ, ഇത് അങ്ങേക്കുള്ള കൊട്ടാരമല്ല, ഇത് ഉമറുൽ ഫാറൂഖിനുള്ള കൊട്ടാരമാണ്. നബി ഇതെങ്ങനെ സ്വഹാബികൾക്കിടയിൽ പറയാൻ. അവിടുന്ന് പറഞ്ഞു, ഉമറേ, നിങ്ങൾ വലിയ ദേഷ്യക്കാരനാണല്ലോ, നിങ്ങൾ വലിയ ദേഷ്യക്കാരനാണല്ലോ. താൻ
മക്കളുടെ സമ്മതമില്ലാതെ ആ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നാൽ അത് നിങ്ങൾക്ക് എന്നോടുള്ള ഈർഷ്യക്ക് കാരണമാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടന്നില്ല, ഞാൻ തിരിച്ചു പോന്നു. ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി ഇത് പറഞ്ഞപ്പോൾ ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ് അലൈക നബിയേ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഇതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് അല്ലാഹു നമ്മെ വിളിക്കുന്നത്. നമ്മെ അവൻ ക്ഷണിക്കുന്നത് അങ്ങോട്ടാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ സ്വർഗത്തിലേക്ക് വേണ്ടിയാകണം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അല്ലാഹു നമ്മെ വിളിക്കുന്നത്. ദുനിയാവിലെവിടെയാ സമാധാനമുള്ളത്? ചിന്തിച്ചു നോക്കൂ. വലിയ കൊട്ടാരം സമാധാനമുണ്ടോ? കൊട്ടാരം ചിന്തയാൽ, കൊട്ടാരം ചിന്തകൾ കൊണ്ട്, ബേജാറുകൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, വലിയ വലിയ കോൺക്രീറ്റ് സൗധങ്ങളുടെ അകത്തളങ്ങൾ സമാധാനമില്ലാതെയായിരിക്കുകയാണ്. എവിടെയാ സമാധാനമുള്ളത്? ആർക്കാ സുഖമുള്ളത്? ആർക്കാണ് സന്തോഷമുള്ളത്? ഒരുപക്ഷെ അല്ലാഹുവിന്റെ പരീക്ഷണം ഇന്ന് ബേജാറ് കൂടിക്കൂടി വരികയാണ്, വേവലാദികൾ കൂടിക്കൂടി വരികയാണ്. അപകടങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ എല്ലാത്തിനും പുറമെ കണ്ടില്ലേ അതിശക്തമായി ചൂട്. കിണറുകൾ വറ്റാൻ തുടങ്ങി, കുളങ്ങൾ വറ്റാൻ തുടങ്ങി. നമ്മളിങ്ങനെ വലിയൊരു വരൾച്ചയെ മുന്നിൽ കാണുമ്പോ റഹ്മാനായ തമ്പുരാൻ നമ്മുടെ മേലിൽ കാരുണ്യം ചെയ്യുന്നു. എല്ലാവരും വലിയ ബേജാറിലാണ്. എല്ലാവരും ബേജാറുമില്ല, ഒരസമാധാനവുമില്ല. സമാധാനത്തിനവരായുധങ്ങൾ വേണ്ടല്ലോ, സന്തോഷത്തിനവരായുധങ്ങൾ വേണ്ടല്ലോ. മറ്റൊരാളെ തകർക്കണ്ടല്ലോ, അതിജയിക്കണ്ടല്ലോ, ഞാൻ വലിയവനാണെന്ന് പറയണ്ടല്ലോ. കാരണം എന്താണെന്നറിയോ? അത് അല്ലാഹുവിന്റെ വീടാ. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ആ വീടാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വഅൻതസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുമ്മ സലാം എന്ന് പറയുന്ന നാമമുണ്ടല്ലോ, സമാധാനത്തിന്റെ നാമം. ആ നാമത്തിന്റെ ഇടമായ, സുരക്ഷിതത്വത്തിന്റെ, സമാധാനത്തിന്റെ ഇടമായ സ്വർഗ്ഗലോകത്തേക്കാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ആ സമാധാനം കിട്ടണമെങ്കിൽ ദുനിയാവിലെ പലതും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും, അല്ലേ? സ്വഹാബികളൊക്കെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാ പോയത്, സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടാ പോയത്, എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ പോയത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയാണ്, അല്ലാഹുവിനെ കടം കൊടുക്കാൻ ആരാണുള്ളത്? ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കാനുള്ളത്? അപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അല്ലാഹു കടത്തിന്റെ ആവശ്യമുണ്ടോ? കാരണം അവനാരാണ്? വഹുവൽ ഗനിയുൽ ഹമീദ്, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു വലിയ സമ്പന്നനല്ലേ, പടച്ചവന് പൈസന്റെ ആവശ്യമുണ്ടോ? എന്താണ്? സ്വഹാബികളെ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കുക എന്നതാണ്. ആ കടം കൊടുക്കുന്നതിന് പകരം അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി നാളെ സ്വർഗ്ഗം തിരിച്ചു വരുന്നതാണ്. ആ സമയത്തല്ലേ മദീനയിലുണ്ടായ തന്റെ തോട്ടം കൊടുക്കുന്നല്ലേ, ആ തോട്ടത്തിലേക്ക് ഓടിപ്പോവുകയാണ്. തോട്ടത്തിൽ തന്റെ ഭാര്യയായ ഉമ്മു ദഹ്ദാഹുണ്ട്, തന്റെ മക്കളുണ്ട്. എന്നെ ഇറങ്ങി, മക്കളെ ഇറങ്ങി, എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിത് അല്ലാഹുവിന് കടം കൊടുത്തിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളുടെ പൊതുമുതലിലേക്ക് ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നല്ല ചോദിച്ചത്,
അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഭർത്താവിന് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ തടയുന്ന ആളുകൾ അല്ലേ? അത്ര കൊടുക്കണ്ട, അവർക്ക് കൊടുക്കണ്ട, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അരുത് ഉമ്മമാരെ, അരുത് സഹോദരിമാരെ. അങ്ങനെ ഉണ്ടാകും. ഭർത്താവിന്റെ സഹോദരിക്ക് അവൻ കൊടുക്കുമ്പോ എന്തിനാ അവർക്ക് അത്ര കൊടുക്കുന്നത്? ഈ സദഖ എന്ന് പറഞ്ഞാൽ കോട്ടപ്പള്ളിയിലെ മഖാമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഉസ്താദുമാർക്കോ കൊച്ചുകുമാർക്കോ ഹദിയയായി കൊടുക്കുന്നത് മാത്രമല്ല, പിന്നെയോ സഹോദരിമാർക്ക് കൊടുക്കുന്നത് അതാണ്, തങ്ങൾക്ക് കൊടുക്കുന്നത് അതാണ്, ഉമ്മാക്ക് കൊടുക്കുന്നത് അതിന്റെ ഭാഗമാണ്, വാപ്പാക്ക് കൊടുക്കുന്നത് അതിന്റെ ഭാഗമാണ്, ജ്യേഷ്ഠൻ വീടുണ്ടാക്കുമ്പോ അതിനുവേണ്ടി കൊടുക്കുന്നത് അതിന്റെ ഭാഗമാണ്, മക്കളുടെ സഹോദരിമാരുടെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന 10,000 അതെല്ലാം അതിന്റെ ഭാഗമാണ്. മുദ്ദാദാവ് പറയാണ്, ഓഹോ, നിങ്ങൾ എത്രമേൽ ലാഭകരമായ ഒരു കടമാണ് കൊടുത്തിട്ടുള്ളത്. അതാ പറഞ്ഞു, ആ സ്വർഗമാണ് അവർ നേടിയത് സമ്പത്ത് കൊടുത്ത്, ആ സ്വർഗമാണ് അവർ നേടിയത് മനസ്സ് കൊടുത്ത്, കൽബ് കൊടുത്ത്. അല്ലേ? കണ്ടില്ലേ നിങ്ങൾ ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് സ്വഹാബികൾ പോകുന്ന സമയത്ത് കാലിന് മുടമ്പുണ്ടായിരുന്ന വയോവൃദ്ധനായ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. നബിയേ, എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് പോരാൻ സമ്മതിക്കുന്നില്ല നബിയേ, മക്കളോടൊന്ന് പറയണേ. ചിന്തിക്കുക, മക്കളോടൊന്ന് പറയണേ എന്നാ പറയുന്നത്. എന്തിന്? എന്നെ യുദ്ധത്തിന് സമ്മതിക്കാൻ. വാപ്പാനെ മക്കൾ തടഞ്ഞതാ. എന്തിന്? നമ്മള് മക്കൾ വാപ്പാനോട് പറയില്ലേ, ഇനി വാപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നോ, നാട്ടിൽ നിൽക്കി, ഇപ്പൊ ഞങ്ങളൊക്കെ വലുതായില്ലേ, അതുകൊണ്ട് ഇനി പോവണ്ട. അങ്ങനെ പറയാറുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെ പറയുന്നത് പോലെ. അതല്ലെങ്കിൽ ബാപ്പ ഇനി പണിക്ക് പോകണ്ട, അപ്പൊ എനിക്ക് മരുന്ന് വാങ്ങണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന സാധനങ്ങളുണ്ടല്ലോ, പാപ്പാക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തരാമെന്ന് മക്കൾ പറയുന്നത് പോലെ ഇത് സ്വർഗത്തിനെ സംബന്ധിച്ചാ പറയുന്നത്. മോമിനെ മക്കൾ പറയുകയാണ്, വാപ്പാ ഞങ്ങൾ രണ്ടുപേര് യുദ്ധത്തിന് പോകുന്നുണ്ടല്ലോ, എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ഞങ്ങൾ പോയാ പോരെ. വാപ്പ പറഞ്ഞു, പോരാ, എനിക്കും പോരാൻ ആഗ്രഹമുണ്ട്. നബിയോട് പോയി പരാതി പറയുന്ന, നബിയേ, എന്റെ മക്കൾ എന്നെ പോരാൻ സമ്മതിക്കുന്നില്ല. എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ആ മുടന്തനായ മനുഷ്യൻ പറയുന്നത്, ഞാൻ സ്വർഗം കാണുന്നത് പോലെയുണ്ട്. ഞാൻ എന്റെ ഈ മുടമ്പുള്ള കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടുന്നത് പോലെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് സയ്യിദുന ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ പറയാണ്. ഞാൻ ഈ മുടന്തുള്ള കാലുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടുന്നത് പോലെ ഞാൻ തന്നെ കാണുകയാണ്. റസൂലുള്ള മക്കളെ വിളിച്ചു, മക്കളെ എന്തിനാണ് ഇവരെ പറഞ്ഞേക്കാത്തത്, എന്തിനാണ് നിങ്ങൾ? മക്കള് പറഞ്ഞു, നബി ഞങ്ങളുണ്ടല്ലോ, 2 ആളുകളാണ്, ഞങ്ങളുണ്ടല്ലോ, പിന്നെന്തിനാ വരും, പിന്നെന്തിനാ വാപ്പ? പോരെ, പോന്നോട്ടെ. എന്തേ? അല്ലാഹു തആല വാപ്പാക്ക് രക്തസാക്ഷിത്വം നൽകിയേക്കാം. അങ്ങനെ വാപ്പ പോന്നു. വൃദ്ധനാണ്, മുടന്തനാണ്. വാപ്പ പോന്നു. പോന്നിട്ടോ വാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ പോർക്കളത്തിൽ നിന്ന് ഇതേ കാണുകയാണ്. രക്തസാക്ഷികൾ ഓരോരുത്തരും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. എല്ലാവരും കിടക്കുന്നുണ്ട്. എല്ലാവരുടെയും മയ്യിത്ത് ഇങ്ങനെ കണ്ട് റസൂൽ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ദേ കിടക്കുമ്പോ ഉടന്തനായ അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല കിടക്കുകയാണ്. എങ്ങനെയാണ് കിടക്കുന്നത്? താടിയോമങ്ങളിൽ ചെഞ്ചായം പുറത്തുകൊണ്ടാ കിടക്കുന്നത്. താടിയോമങ്ങളിൽ ചെഞ്ചായം പുറത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരനായ സ്വഹാബി കിടക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് നിറഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, ദേ കണ്ടില്ലേ, അംർ ഇബ്നുൽ ജമൂഹ കിടക്കുന്നത് കണ്ടില്ലേ? ഏതെങ്കിലും
ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വന്നാൽ ആ രക്തത്തിന്റെ നിറം നാളെ കുങ്കുമത്തിന്റെ വർണ്ണമായി, അതിന്റെ ഗന്ധം നാളെ കസ്തൂരിയുടെ ഗന്ധമായി അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുമെന്ന്, റബ്ബിന്റെ അടുക്കലേക്ക് വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വാഴ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഒന്ന് പറയും മനുഷ്യന്മാരെ, എത്ര നേരമായി? 1 മണിക്കൂറായില്ലേ? സാക്ഷിയാണ് ICR 1 മണിക്കൂറായി അല്ലേ? കൃത്യം 1 മണിക്കൂറാണ്. ഞാൻ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ 9:08 തുടങ്ങി 9:55. KICR നിങ്ങൾക്ക് അറിയില്ല, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നാണ്. SKICR അപ്പം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. ഇദ്ദേഹം നൂറുദ്ദീൻ തങ്ങൾ എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ ചമ്മാടിനടുത്ത് പന്താരങ്ങാടി അടുത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ 2 ജ്യേഷ്ഠന്മാരാണ് ഹുദവികൾ, എന്റെ സുഹൃത്തുക്കൾ മുത്തുകോയ തങ്ങളും സൈതൽവി കോയ തങ്ങളും. 2 ആളുകളും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ ചെയ്യണത് ഏറ്റവും വലിയ, ഇപ്പൊ നമ്മളിവിടെ എത്ര ഉണ്ട്, നമ്മളെക്കാളും ആളുകൾ ആ KICR-ലൂടെ കേൾക്കുന്നുണ്ട്. എവിടേക്ക് ഇരുന്നിട്ട് കേൾക്കുന്ന രാജ്യങ്ങളും ഞാൻ പറയുന്നത്, ഇനിയിപ്പോ അമേരിക്കയും ബ്രിട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആരും ഇല്ലെങ്കിലോ, ഏതായാലും എവിടെ ഇരുന്നും കേൾക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ പരിപാടികളും ഇതിലൂടെ സംപ്രേഷണം ചെയ്യാം. അപ്പൊ ഇത് ഇവർക്ക് മാത്രമല്ല, അതിലൂടെ കേൾക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ ഞങ്ങളോരോ കൗതുകം ആലോചിച്ച് നോക്കൂ. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒഴിവ് സമയമൊക്കെ ഉപയോഗിച്ചിട്ട് അത് കാണുന്ന ആളുകളുണ്ടാവും. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു അതിലൂടെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ജോലികൾ, അവരുടെ കച്ചവടങ്ങൾ എല്ലാറ്റിലും അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഖൽബിൽ ഈ വാളുകൊണ്ട് ഈമാനികമായ ആവേശം അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചെന്തിനാണെന്നറിയോ? നിങ്ങൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് 2 ചാട്ടൊക്കെ ചാടിയാൽ എല്ലാവരുടെയും ക്ഷീണം ഒന്ന് മാറിക്കോളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ചൊല്ലും. ഇൻഷാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് വറക അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തിന് ആവേശമില്ല, ആവേശത്തോടെ സ്വലാത്തുല്ലാഹ്. സ്വലാത്ത് കേട്ടപ്പോൾ നല്ല സമാധാനം. ആരും ഉറങ്ങുന്നൊന്നുമില്ല, എല്ലാവരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനികമായ ആവേശം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ വാച്ചിൽ അടുത്ത ഈ സമയമാകുമ്പോഴേക്ക് നമ്മുടെ പ്രസംഗം നിർത്താനുള്ള സമയമാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നിങ്ങളുടെ മുദരിസായ ബഹുമാനപ്പെട്ട മുസ്തഫ ഷഫീ ഉസ്താദാണ്. കഴിഞ്ഞ റമളാനിനോ അതിന് തൊട്ടുമ്പോൾ റമളാനാന്ന് ഓർമ്മയില്ല, ഞാൻ ജോലി ചെയ്യുന്ന തൃശ്ശൂരിലെ എന്റെ കോളേജിന്റെ തൊട്ടടുക്കലുണ്ട് വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ 1500ഓളം വീടുകളുള്ള ഒരു വിശാലമായ മഹല്ല. അവിടേക്ക് ബഹുമാനപ്പെട്ട മുസ്തഫ ഷഫീ ഉസ്താദിന്റെ ദർസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് തവണ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്നാലിനൊരു സ്ഥലത്ത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, വാക്ക് കൊടുത്തത് മാറാൻ പറ്റൂലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ നിങ്ങളോട് പറഞ്ഞ വാക്കാണ് എന്നെ നിരാശനാക്കിയത്. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന്റെ ദർസിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ആ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കൊക്കെ അല്ലാഹു തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഇൽമു അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ സംസാരിക്കുന്ന ആളാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ശബ്ദം, ഇൽമു, സംസാരം എല്ലാറ്റിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ദുആ ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ ഞാൻ ആദ്യം ഓതിയ ആയത്ത് ഫമിനൻ നാസി മൻ യഖൂൽ
സ്വർഗ്ഗം ആഗ്രഹിക്കാത്തവരെയാണ് അല്ലാഹു തആല പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ലക്ഷ്യം വെക്കുന്ന ആളുകളുണ്ട്. എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. അത്രേ അവർ ഇഷ്ടപ്പെടുന്നു. എന്താ? ദുനിയാവിൽ ഞങ്ങൾക്ക് തരേണമേ, അതിലപ്പുറം വേറൊന്നുമില്ല. അവരുടെ ചിന്ത ദുനിയാവ് മാത്രമാണ്, അവരുടെ ആഗ്രഹം അത് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറയുന്നത്, ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവ് മാത്രമായാൽ അവന് ദാരിദ്ര്യം അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും ഞാൻ വെക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മോട് പറയാൻ. ലക്ഷ്യം ദുനിയാവ് മാത്രം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. അതെങ്ങനെയായാലും അവർക്ക് യാതൊരു തടസ്സവുമില്ല. അത് ഏത് വഴിയിലൂടെ വന്നാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉദാഹരണം, അവർ ആരോഗ്യത്തെ ആഗ്രഹിക്കുന്നു. ദുനിയാവിലെ വലിയ ഒരു നിഅമത്താണ് ആരോഗ്യം എന്ന് പറയുന്നത്. അത് തെറ്റാണോ ആരോഗ്യം ആഗ്രഹിക്കുക എന്നുള്ളത്? തെറ്റല്ല എന്ന് മാത്രമല്ല, ആരോഗ്യത്തെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. ആരോഗ്യത്തിൽ ചോദിക്കാൻ രോഗമൊന്നും വേണ്ട. നമ്മൾ അങ്ങനെയാണ്. ആരോഗ്യത്തെ ചോദിക്കാൻ രോഗം വരണമെന്നില്ല. നിഅമത്ത് ഉണ്ടാകുമ്പോൾ ആ നിഅമത്ത് ചോദിക്കുമ്പോഴാണ് അല്ലാഹു ആ നിഅമത്തിൽ വർദ്ധനവ് നൽകുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിനോട് നിലനിർത്താൻ ചോദിക്കണം. അതിന്റെ വർദ്ധനവിന് വേണ്ടി ചോദിക്കണം. ആരോഗ്യം ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വിനീതനായ ഞാൻ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ ജില്ലയിലെ എന്റെ സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയല്ല, അതിന്റെ തൊട്ടുമുമ്പുള്ള ഞായറാഴ്ച ഞങ്ങളുടെ കുട്ടികൾ അസറിന് ശേഷം തൊട്ട് പിന്നിലുള്ള വലിയ വിശാലമായ കടപ്പുറമുണ്ട്, അവിടെ പോയിട്ടാണ് വൈകുന്നേരം കളിക്കാറുള്ളത്. അങ്ങനെ വൈകുന്നേരം അവർ കളിച്ചു, നന്നായി കളിച്ചു, വിയർപ്പൊലിച്ചു. മഗ്‌രിബിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് കളി പതിയാക്കിയിട്ട് കോളേജിലേക്ക് ഇങ്ങനെ ലൈനായി നടന്നു വരും. അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് നാസർ മുഹമ്മദ് എന്ന് പറയുന്ന 16 വയസ്സുള്ള കുട്ടി, അവൻ ക്ലാസ്സിൽ 1ാം റാങ്കാണ്. വാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മകനേ ഉള്ളൂ. അവൻ വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഉസ്താദുമാരായ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുവന്നിരുന്ന ഉസ്താദുമാരുടെ ഖാദിമാണ്. എല്ലാവരും നല്ല അടുപ്പമുള്ള കുട്ടിയാണ്. ഒരൽപ്പം കുസൃതിയുമാണ്. അവൻ ഈ ലൈനിന്റെ പിന്നിലാണുള്ളത്. അവനിങ്ങനെ തോണ്ടി കുട്ടികളെയൊക്കെ ഇങ്ങനെ കുസൃതി കാണിച്ച് ഇങ്ങനെ മുമ്പിലേക്കെത്തി. കോളേജിന്റെ മുമ്പിൽ, ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോൾ പെട്ടെന്ന് അവൻ മറിഞ്ഞു വീഴുകയാണ്. എന്താ കാര്യം? ഒരു പ്രശ്നമില്ല, അവനൊരു രോഗമില്ല, ഒരാരോഗ്യക്കുറവനില്ല. തൊട്ട് തലേ ദിവസം ഒരു ഉസ്താദിനോട് അവൻ പറഞ്ഞിരുന്നു, ഉസ്താദ് ഗൾഫിൽ പോകാൻ യാത്ര ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ പറഞ്ഞിരുന്നു, ഉസ്താദെ നമ്മളിനി കണ്ടുകൊള്ളണമെന്നില്ലല്ലോ, അവിടെയൊക്കെ ഫോട്ടോ ഒരുമിച്ചെടുത്തുകൂടെ? അത് പറഞ്ഞപ്പോൾ ഉസ്താദ് അവരുടെ കൂടെ ഒരു സെൽഫി കൂടെ എടുത്തു, ഫോട്ടോ എടുത്തു. ഈ പ്രിയപ്പെട്ട പെണ്ണുമോ ഓരോന്നിന്റെ തൊട്ടുമുമ്പിൽ വീഴുകയാണ്. എല്ലാവരും കൂടെ കൂടിയിട്ട് അവനെ വന്നു കിടത്തി. അവൻ ശ്വാസം വലിച്ചു. അവസാനത്തെ ശ്വാസമായിരുന്നു. മുതഅല്ലിമായി എന്റെ പ്രിയപ്പെട്ട ആ വിദ്യാർത്ഥി മരിച്ചുപോയി. അല്ലാഹു അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് ആരോഗ്യമുള്ള ആളാണല്ലോ ഞാനിപ്പോ എന്തിനാണ് ചോദിക്കുന്നത്? ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ചോദിക്കാം എന്നല്ല, ആരോഗ്യം നശിപ്പിക്കാൻ പാടില്ല എന്നല്ല. കള്ളു കുടിക്കുന്നതിന് അല്ലാഹു തആല വിലക്കിയതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താണ്? അത് ബുദ്ധിയെയും ശരീരത്തെയും നാശമാക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകരുത്, കൊണ്ടുപോയിട്ടിടരുത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആരോഗ്യം തേടുക എന്നുള്ളത് കുഴപ്പമുള്ള കാര്യമല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്.
ചോദിക്കാൻ എന്തെങ്കിലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അബ്ബാസ്, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കുക, നിങ്ങൾ അള്ളാഹിനോട് ആരോഗ്യം ചോദിച്ചോളൂ. അതിപ്പോ വലിയൊരു ദുആയാണോ? രണ്ടാമത്തെ ദിവസവും വന്നു ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ആരോഗ്യം ചോദിച്ചു. മൂന്നാമത്തെ ദിവസം വന്നു, റസൂൽ പെട്ടെന്ന് പറഞ്ഞു, അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, മുത്തുനബിയുടെ മൂത്താറയായ അബ്ബാസേ, നബി തന്നെ വിളിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവോട് ആരോഗ്യം ചോദിച്ചുകൊള്ളുക. ഒരാൾക്ക് അല്ലാഹു തആല യഖീൻ നൽകിക്കഴിഞ്ഞാൽ, യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാനിലുള്ള ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ, നല്ല ഈമാൻ നൽകിക്കഴിഞ്ഞാൽ അതിനുശേഷം അയാൾക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആരോഗ്യം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പാണല്ലോ. നിസ്കരിക്കാൻ ജമാഅത്തിന് പോകുന്ന ഒരാൾക്ക് ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ നടക്കുമോ? അല്ലെങ്കിൽ വഅദ് പറയുന്ന ഒരാൾ ഒരു ഇബാദത്താണ്, അയാൾക്ക് ശബ്ദമില്ല, ശബ്ദത്തിന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ വരാൻ ആരോഗ്യമില്ല, നടക്കില്ലല്ലോ. അള്ളാഹു ഒരാൾക്ക് ഈമാൻ നൽകിക്കഴിഞ്ഞാൽ, അതിനായി ഈമാൻ വേണം. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ഹാജിയാരുണ്ട്, മൂപ്പർക്ക് 78 വയസ്സായിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കൊല്ലം മുമ്പ്, ഈ കഴിഞ്ഞ ഹജ്ജിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. നട്ടെല്ലിന്റെ താഴ്ഭാഗത്തുള്ള ഡിസ്കിൽ ക്യാൻസറാണ്, അതാണ് അസുഖം. അപ്പൊ ഞാനിങ്ങനെ കാണാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം, ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ, ഫർള് നിസ്കാരങ്ങളെങ്കിലും നിന്ന് നിസ്കരിക്കണം എനിക്ക്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് RCCയിലും അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളത്തോടെ കൊണ്ടുപോയിട്ട് ഗംഗാധരൻ ഡോക്ടറുടെയൊക്കെ ചികിത്സയിൽ ഇയാൾ ഇങ്ങനെ കഴിയുന്നതിന്റെ ഇടയിൽ ഹജ്ജ് വന്നപ്പോ ഇദ്ദേഹം ഹജ്ജിന് വേണ്ടിയിട്ട് പോവട്ടെ എന്ന് ഡോക്ടറോട് ചോദിച്ചു. കഴിഞ്ഞ വർഷം അയാൾ ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ സംസം വെള്ളവും കാരക്കയൊക്കെ തിന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, ഹാജി നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിന്ന് നിസ്കരിക്കണമെന്ന്, എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു. ഞാൻ ഒരു കൗതുകത്തോടെ ചോദിച്ചതാണ്. എന്നോട് പറഞ്ഞു, രോഗത്തിന്റെ കഠിനമായ അവസ്ഥയിൽ പോലും ഞാൻ ഇരുന്ന് നിസ്കരിച്ചില്ല, എനിക്ക് അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി. നല്ല യഖീനുള്ള ഒരു മനുഷ്യനാണ്. അതാണ്. എന്നിട്ടോ ആ മനുഷ്യന്റെ രോഗം വിശേഷം മാറി. അല്ലാഹു തആല ആ സഹോദരന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. ആഫിയത്ത് നല്ലതാണ്, ആരോഗ്യം നല്ലതാണ്. പക്ഷേ അതുപയോഗിച്ച് ഹറാം ചെയ്യാനല്ല, അതുപയോഗിച്ച് തെറ്റുകൾ ചെയ്യാനല്ല, അതുപയോഗിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാനല്ല. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് റബ്ബന ആതിനാ ഫിദ് ദുനിയാ, അല്ലേ? അവൻ ആഗ്രഹിക്കുകയാണ് അവൻ ഇഷ്ടപ്പെടാത്ത ആളെ ചീത്ത പറയാൻ, അവൻ ഇഷ്ടമില്ലാത്ത ആളെ കൊല്ലാൻ, ഉപദ്രവിക്കാൻ. ഉദാഹരണം, ഈ ആരോഗ്യം ഉപയോഗിച്ച് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഈ ആരോഗ്യം ഉപയോഗിച്ച് അഹങ്കരിക്കുക. ഇന്നിപ്പോ ആരോഗ്യമല്ല ഉണ്ടാക്കുന്നത്, ശരീരം ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ചെറുപ്പക്കാരല്ലോ പറയുന്നത്. ചില ചെറുപ്പക്കാരെ കണ്ടാൽ തന്നെ നമ്മളൊന്ന് വണങ്ങേണ്ടി വരുമോ എന്ന് പേടിയാവും. കാരണം അവരിങ്ങനെ ജിംനേഷ്യത്തിലൊക്കെ പോയി അവരുടെ കൈയിത്ര കാലിത്ര ഭയങ്കര ബഹളായിരിക്കും. ആരോഗ്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ശരീരം കണ്ടാലോ ആകെ പേടിച്ചു പോവുകയും ചെയ്യും. കിബർ കാണിക്കുക, അഹങ്കാരം കാണിക്കുക. എന്തിന്? എന്റെ ബോഡി, എന്റെ ശരീരം പാടില്ല, തെറ്റാണ്, അല്ലേ? ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത് എന്ന് ഖുർആൻ. ഏതെങ്കിലും എവിടെയെങ്കിലുള്ള വാറോല പറയല്ല, ഖുർആനാണ് പറയുന്നത്. സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം മകൻ ഉപദേശിക്കുന്നു, മോനെ നീ ഭൂമിയിൽ അഹങ്കാരിയായിട്ട് നടക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ നടത്തത്തിൽ അഹങ്കാരം ഉണ്ടാവരുത്. അപ്പൊ നിനക്ക് ആരോഗ്യമുണ്ടാകുമ്പോ അത് മറ്റുള്ളവരെ കാണിക്കാനും അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാനും ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത്. തന്നെയല്ല ഞാൻ ചെറുപ്പക്കാരോട് പറയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് ഹാനികരാന്നാ പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിപണിയിൽ ചെലവാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് ശരീര സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അത്രേ പടച്ചവും വെളുപ്പ് തരാപ്പം പിന്നെ വെളുക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? എന്നിട്ടോ ഇതിപ്പോ പഴയ കാലത്ത് പോലെ ഒന്നുമല്ല. ഗൾഫിൽ എവിടെ പോയാലും സൂപ്പർ മാർക്കറ്റുകളിൽ അതിന് വലിയ ഒരു സെക്ഷനാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഇതിങ്ങനെ വാങ്ങുക. സാധാരണ ആളുകൾ പറയും പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങൾക്കാണ് ഒരുങ്ങാൻ കൂടുതൽ സമയം വേണ്ടിയിരുന്നത്, ഇന്ന് ആണുങ്ങൾക്കും അങ്ങനെയാണെന്നുള്ളതാണ്.
ഇതൊക്കെ ഒരു മഹാപാതകമായിട്ടല്ല പറയുന്നത്. പക്ഷെ ഖൽബിന്റെ ഉള്ളിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ മാത്രമായാൽ കാര്യം മഹാപോക്ക് തന്നെയാണ്. ഇങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇങ്ങനത്തെ കുറെ ആളുകളുണ്ടായിരുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക അലം തറ കൈഫ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അല്ലാഹു തആല ബിഅാതിറമദാത്തിൽ ഇമാൻ അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد فرعون بالأوتاد الذين طغوا في البلاد فأكثروا فيها الفساد عليهم ربك سوط عذاب. ഇതെന്തിനാണ് ഖുർആൻ പറഞ്ഞത്? നമ്മൾ സൂറത്തുൽ ബഖറ മുതൽ നാസ് വരെ എടുത്തു നോക്കിയാൽ ഇത് പറയാത്ത സൂറത്തുകൾ കുറവല്ലേ? ആദ് സമുദായം, സമൂദ് ഗോത്രം, ഫിർഔന്, ഇബ്രാഹിം നബിയുടെ ശത്രുക്കള്, അല്ലാഹു കൊടുത്ത നാശങ്ങള്, ലൂത്ത് നബിയുടെ സമുദായം, എന്തിനാ പറഞ്ഞത്? ഇവര് ദുനിയാവ് മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഇവരത് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ, അല്ലേ? അതിനാ പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഇന്നത്തെ ഒമാനിലെ സ്വലാലയിൽ നിന്ന് 150ഓളം കിലോമീറ്റർ യമനിലേക്ക് യാത്ര ചെയ്താൽ അവിടെയുണ്ട് ഉബാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയായിരുന്നു ആദ് സമുദായം ഉണ്ടായിരുന്നത്. അവർ ആരോഗ്യമുള്ളവരായിരുന്നു, ആകാരമുള്ളവരായിരുന്നു, വലിയ ആചാര ബാഹുക്കളായിരുന്നു. അവർക്ക് ഒരു പ്രയാസവുമില്ലാത്തവരായിരുന്നു, ഭൗതികമായി സമ്പന്നരായിരുന്നു. ആ സമ്പന്നരായ ആളുകളുണ്ടല്ലോ, ദുനിയാവ് അഹങ്കരിക്കുവാനുള്ള, ദുനിയാവ് അർമാദിക്കുവാനുള്ള ഒരിടമായിട്ടാണ് കണ്ടത്. ഇന്നത്തെ നമ്മുടെ പല രീതികളോടും അവരുടെ രീതികൾ സാമ്യമുണ്ടായിരുന്നു എന്ന് കാണാം. ഇന്നത്തെ രീതികളിൽപ്പെട്ട ഒന്നെന്താണെന്നറിയോ? ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കാന്ന് പറയല്ലേ, പക്ഷേ ഞാൻ പറയാണ്, വീടുണ്ടാക്കാൻ ഇതൊരു വലിയ തെറ്റോ കുറ്റൊന്നുമല്ല കേട്ടോ. അള്ളാഹു നൽകുന്ന ദുനിയാവിലെ ഒരു ഏറ്റവും വലിയ നിയാമത്താണ് വിശാലമായ ഒരു വീട്. ധാരാ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ വീടുണ്ടാക്കാൻ എന്തിനുള്ള വീട്? വീട്, കെട്ടിടം, ഗോപുരം എന്നല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവർ ഗോപുരത്തിന്റെ ഉടമകളായിരുന്നു, സ്തൂപങ്ങളുടെ ഉടമകളായിരുന്നു. അങ്ങനെയല്ലേ? ഇന്നൊരു രാജ്യം ഇപ്പോ ക്ലോക്ക് ടവർ, മക്കയും കാബയൊക്കെ ഓർമ്മയുള്ള, അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം കാണുന്ന ഒരാൾക്ക് ഓർമ്മയുള്ള ഒരു സംഗതിയാണ് അവിടെയുള്ള വലിയ ക്ലോക്ക് ടവർ. ഇപ്പൊ ജിദ്ദയിൽ അതിനേക്കാളും വലുത് വരാൻ പോകുന്നു കേട്ടത്, അല്ലെ? ദുബൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുർജ് ഖലീഫ അവിടെ കാണുന്നു. കുവൈത്തിലും മലേഷ്യയിലും ഇങ്ങനെ ലോകത്താകമാനം അവരുടെ ഒരു മേന്മയുടെ, സമ്പന്നതയുടെ സിമ്പലായിട്ടുള്ളത് ഇതേപോലുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ്. എന്നതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ വലിയ വീടുകൾ, കൊട്ടാര സദൃശ്യമായ വീടുകൾ, ഒരുപാട് സ്ക്വയർ ഫീറ്റുകളുള്ള വിശാലമായ വീടുകൾ. ബഹുമാനപ്പെട്ട സൂറത്തുൽ സുഹ്റൂഫിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്ന ഒരിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഹൂദ് നബി അവരോട് ചോദിച്ചു, അല്ലയോ സമുദായമേ, നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെന്നും ശാശ്വതരായി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലെ വീടുകൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൂദ് നബി അവരോട് പ്രതികരിച്ചു. അവർ അള്ളാഹനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർക്കിടയിലുണ്ടായിരുന്ന വലിയ സമ്പന്നതയായിരുന്നു മറ്റേ ഈ പുകക്കുന്ന സാധനമുണ്ടല്ലോ, കുന്തിരിക്കം, അതടക്കമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, സുഗന്ധ വസ്തുക്കൾ വലിയ വിപണിയായിട്ട് ലോകത്താകമാനം വ്യാപാരം നടത്തുന്ന വലിയ സമ്പന്നരും വലിയ ശാരീരികമായ കഴിവുള്ളവരായിരുന്നു. പക്ഷെ ദുനിയാവ് എന്തുണ്ടായത്? സമൂദ് വഅദും ബിൽഖാരിയ വഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്വാഗിയ വഅമ്മാ ആദു ഫഉഹ്ലികൂ بريح صرصر آتية سخرها عليهم 7 ليال و8 أيام فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية.
7 രാത്രികളിലും 8 പകലുകളുമായി കടിച്ചു വീശിയ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സമൂദ് ഗോത്രം അങ്ങനെ ജീവിച്ചവരാണ്. ഫറോവ അങ്ങനെ ജീവിച്ചവരാണ്. ഇന്നത്തെ കാലത്തിപ്പോ അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഉംറക്കൊക്കെ പോകുന്നത് പോലെ തന്നെ ഇപ്പൊ തുടങ്ങിയ മറ്റൊരു യാത്രയാണ് ഫലസ്തീന്, ജോർദാന്, ഇറാന്, ഇറാഖ്. അതൊക്കെ ചില ആളുകൾ അങ്ങോട്ടൊക്കെ പോകും. എന്നാലും ഫലസ്തീനും ഒക്കെ പോയി ഇന്ന് കാണുന്നത് വളരെ നല്ലതാണ്. പോയ ആളുകളൊക്കെ പോയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പോകണം, അതൊക്കെ കാണണം. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. നിങ്ങൾ എങ്ങനെയാണ് അതല്ലെങ്കിൽ എങ്ങനെയാണ് കള്ളവാദികളായ ആളുകളുടെ പര്യവസാനം ഉണ്ടായത് എന്ന് നിങ്ങൾ ആ സഞ്ചാരത്തിലൂടെ മനസ്സിലാക്കണം എന്ന് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ലൂത്ത് നബിയുടെ നാട് കാണാം. ഇതാണ് സംഭവം. നശിപ്പിക്കപ്പെട്ട സമുദായം സമൂദ് ഗോത്രം. ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഫിറഔന്റെ കഥ ഞാൻ പറഞ്ഞതില്ല. ഫിറഔനെ പോലെ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരാളുണ്ടായില്ല. ഫിറഔൻ അധികാരമുള്ള ആളാണ്, ഫിറഔൻ സമ്പന്നതയുള്ള ആളാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഏറ്റവും വലിയ വ്യഭിചാരിയായിരുന്നു ഫറോവ എന്നുള്ളതാണ്. ഏറ്റവും വലിയ വ്യഭിചാരി അവന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവന്റെ വ്യഭിചാരം നൈൽ നദിയുടെ ഇടങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. നൈൽ നദിയുടെ തീരങ്ങളിലും നൈൽ നദിയിൽ കപ്പലുകളിലും ബോട്ടുകളിലും ഒക്കെ സഞ്ചരിച്ചിട്ടായിരുന്നത്രേ അവൻ ഈ ദുഷ്കൃത്യം നിർവഹിച്ചിരുന്നത്. അവൻ അക്രമിയായി, അവൻ അരാജകവാദിയായിരുന്നു. അവന്റെ അരാജകത്വം വളർന്ന് 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 അവൻ വിളിച്ചു പറഞ്ഞതെന്താ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ ദൈവം. കണ്ടോ? ഇവർക്കൊക്കെ അല്ലാഹു തആല ശിക്ഷ നൽകി. എന്തേ കാര്യം? അവർ വിളിച്ചു പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെയുണ്ടോ? നമ്മുടെ പെരുമാറ്റത്തിൽ അങ്ങനെയുണ്ടോ? നമ്മുടെ സമ്പന്നതയിൽ അങ്ങനെയുണ്ടോ? നമ്മുടെ സമ്പാദ്യത്തിന്റെ മാർഗങ്ങളിൽ അങ്ങനെയുണ്ടോ? ഉദാഹരണം, നമ്മൾ പലിശ വാങ്ങുന്നവരാണോ? അതല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവരാണോ? ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആലോചിക്കുക, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാണോ എന്നുള്ളത്. വലിയ ഭവിഷ്യത്താണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിൽ പോയി, ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ പോയി. ഇന്നലെ ഞാനിങ്ങനെ ഇരിക്കുമ്പോ, ഇന്നലെ ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ 2 ആളുകൾ വന്നിട്ട് എന്നോട് തൊട്ടടുക്കലുള്ള ഒരു പ്രദേശത്തെ പറ്റി പറഞ്ഞു. മുസ്ലിം ബഹുഭൂരിപക്ഷ പ്രദേശമാണ്. 11 ATM-കളാണ്. 11 ATM. ലോകത്തെവിടെയും കാണാത്ത ATM-കൾ വരെ അവിടെ ഉണ്ട്. എല്ലാ ബാങ്കുകളുടെയും ATM. 11 ATM ഉള്ള ഒരു ചെറിയ ഒരു ജംഗ്ഷൻ. 11 ATM. എങ്ങനെ വരും? ATM ഉണ്ടാകുന്നതിനോടൊന്നും നമുക്ക് യാതൊരു വിരോധമല്ല. പക്ഷേ അത് എന്തിന്റെ സൂചനയാണ്? ബാങ്കുകളുടെ വർധനവിന്റെ സൂചനയാണ്. ആ ബാങ്കിലുള്ള ഇടപാടുകാരാണ്. ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപ്രകാരം ബാങ്കുകൾക്ക് വിധേയമായും സമ്പന്നര ബാങ്കിലൂടെയുള്ള ഇടപെടലുകളിലൂടെയും നമ്മൾ പലതും നിർവഹിക്കേണ്ടി വരും. പക്ഷേ അത് പലപ്പോഴും അപകടത്തിലേക്കും നമ്മുടെ ദുനിയാവും ആശ്രയവും നഷ്ടപ്പെടുന്നതിലേക്കും ഒരിക്കലും നമ്മെ എത്തിക്കുവാൻ പാടില്ല. ഉദാഹരണമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. ഓരോ കാര്യവും ലോണിന്റെ പേരിലാവുക. വീടെടുക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം ലോണ്. എങ്ങനെയാണ് ആ വീടവന് ഹലാലാവുക? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ ജോലി നേടാൻ വേണ്ടി പോകുമ്പോ അതിന് ലോണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ലോണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ലോൺ എടുത്തിട്ട് അവൻ കച്ചവടത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന കുതന്ത്രം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ രക്ഷപ്പെടുക? ഇതൊക്കെ തന്നെയല്ലേ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. ഒരു രക്ഷയുണ്ടാവില്ല. പടച്ചോന്റെ അടുക്കൽ ഒരു മറുപടി ഉണ്ടാവില്ല. ദുനിയാവിന് വേണ്ടിയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തിയാൽ രക്ഷപ്പെടാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ചിന്തിച്ചു നോക്കൂ.
ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു വിചാരണയുടെ വേളയിൽ സമ്പന്നരായ ആളുകളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ റഹ്മാനായ തമ്പുരാന്റെ മുമ്പിൽ സമ്പന്നരായ ആളുകൾ വന്ന് അവരുടെ ആപലാദികളും വേദനാദികളും പറയുമ്പോൾ അവര് പറയും, അല്ലാഹ്, ഞങ്ങൾ കാസർഗോഡ് ബിസിനസ് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് പോയപ്പോൾ നിസ്കാരം ഖളാആയി പോയി. ബിസിനസ് നീ തന്നതല്ലേ, കച്ചവടം നീ തന്നതല്ലേ, വലിപ്പം നീ തന്നതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പൈസക്കാര് അവരുടെ കാര്യം പറയുമ്പോ പടച്ചോനെ സക്കാത്ത് കണക്കൂട്ടാൻ കഴിഞ്ഞില്ല, തിരക്കായിരുന്നു. അല്ലാഹുവേ തുറന്നു കൊടുക്കാൻ പറ്റിയില്ല, അല്ലാഹുവേ നീ പറഞ്ഞ ഹക്കുകളൊന്നും ഇതിൽ നിർവഹിക്കാൻ പറ്റിയില്ല, ഇത്ര വലിയ സമ്പത്തുണ്ടായിട്ടും എനിക്കൊന്ന് ഹജ്ജിന് പോകാൻ പറ്റിയില്ല. അല്ലാഹുവിനോട് ഇതൊക്കെ പറയുമ്പോ അല്ലാഹ് പകരം കൊണ്ടുവരും. ആരെ? കണ്ടോ, എന്റെ അടിമ നബിയുല്ലാഹി സുലൈമാൻ. പറഞ്ഞോളൂ, നബിയുല്ലാഹി സുലൈമാൻ ഇസ്ലാമിനെ കൊണ്ടുവരും. എന്റെ മൂപ്പരിക്ക് അല്ലാഹ് ദുനിയാവൊന്നും കൊടുക്കാത്ത എന്താണുള്ളത്? കൊടുത്തില്ലേ? അറിവ് കൊടുത്തില്ലേ? അറിവ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പോലുള്ള അറിവാണോ? അല്ലല്ലോ. എത്ര വലിയ അറിവാ കൊടുത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൃഗങ്ങളുടെ ഭാഷ പഠിപ്പിച്ചില്ലേ? ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ ഖാലത് നംലതു യാ അയ്യുഹൻ നംൽ ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജനൂദുഹു വഹും ലാ യസ്ഉറൂൻ. ഒരു ഉറുമ്പിൻ കൂട്ടത്തിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ് തന്റെ മറ്റുള്ള ഉറുമ്പുകളോട് പറയുന്നത് കേട്ട സംഭവം സൂറത്തുൽ നംലിൽ അല്ലാഹു പറയുന്നില്ലേ? അല്ലയോ ഉറുമ്പുകളെ, സുലൈമാനും സൈന്യവും വരുന്നുണ്ട്, അവർ നിങ്ങളെ ചവിട്ടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിൽ പ്രവേശിക്കുക. അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒന്ന് പുഞ്ചിരിച്ചു പോയി. ആ ചിരി പൊട്ടിച്ചിരിയുമാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയ പടച്ചോനെ, എനിക്ക് നീ ഇത്തരം വലിയ നിയമത്ത് നൽകിയല്ലോ, ഈ ഉറുമ്പിന്റെ ഭാഷ അറിയുവാനും അത് കേൾക്കാനും മനസ്സിലാക്കുവാനും എനിക്ക് നീ അവസരം നൽകിയല്ലോ. റബ്ബി ഔസിഅ്നി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ. അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ ഈ നിഅമത്തുകൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ നിഅമത്തുകൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ എന്നെ നീ പ്രേരിപ്പിക്കണേ. ഇതാണ് സുലൈമാൻ സാങ്കേതിക വിദ്യ കൊടുത്തില്ലേ? നമ്മളിങ്ങനെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ട് നമ്മളത് ഹറാമ് കാണാനും, അല്ലെ, ഫേസ്ബുക്കിൽ ഇങ്ങനെ കളിച്ചുള്ള സമയം നഷ്ടപ്പെടുത്താനും, വാട്സപ്പിലെ ഗ്രൂപ്പുകൾക്ക് മറുപടി പറയാനും അങ്ങനെയൊക്കെയാണ് പോകുന്നതാണ്. നാളിപ്പോ ഒരു തമാശക്ക് ഒരാൾ കാണിച്ചു, ഒരാൾ വിട്ടിരിക്കുകയാണ്, ജോലിക്ക് ഒരാൾ ആവശ്യമുണ്ട്. എന്താ, മൂപ്പര് 55 ഗ്രൂപ്പിലുണ്ട്. ഈ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരു അസിസ്റ്റന്റ് വേണമെന്നുള്ളതാണ് മൂപ്പരുടെ ആവശ്യം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൗമുവല്ലാത്ത അവസ്ഥകൾ ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, സുലൈമാൻ നബി അല്ലാഹുവിന് നന്ദി ചെയ്തില്ലേ? ബിൽഖീസ് രാജ്ഞിയുടെ 2500 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സിംഹാസനം എങ്ങനെയാ കൊണ്ടുവന്നത്? പറയുന്നതിന്റെ ഉള്ളിൽ വന്നു. കണ്ണടച്ച് തുറക്കുന്നതിന്റെ മുമ്പ് വന്നു കഴിഞ്ഞു സാധനം. എന്താ പറഞ്ഞത്? ഓ, എന്താണ്, ഞാൻ ആരാണ്? ഭയങ്കര ബഹളം. അങ്ങനെയല്ല, എന്താ പറഞ്ഞത്? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അല്ലാഹു അങ്ങനെ പറയുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. നല്ലൊരു കാറ് വാങ്ങിയാൽ, അല്ലേ, നമ്മളിങ്ങനെ പോകായിരിക്കും. അവിടെ ട്രാഫിക് പാടില്ല, അവിടെ ബ്ലോക്ക് പാടില്ല, അവിടെ റോഡിൽ കുഴി പാടില്ല, മുമ്പിലൂടെ ഒരാൾ ക്രോസ് ചെയ്യാൻ പാടില്ല. വലിയ അഹങ്കാരികളായി നടക്കുന്നതിന് പകരം സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ റബ്ബിന് നന്ദി ചെയ്യുന്നുണ്ടോ, അതല്ലേ എന്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നുണ്ടോ? സഹോദരിമാരാണ് നന്നായി ഏറ്റെടുത്തത്.
അല്ലേ? ഭർത്താവ് ഗൾഫിലൊക്കെ പോയി നല്ലൊരു വീടുണ്ടാക്കി അത് വലിയ ആൾക്കാരായി വർത്താനം പറയുന്നവരാവരുത്. വീട് കാണാൻ വേണ്ടി വന്നു അല്ലേ? ഓ ഈ ഷെൽഫിന് എന്താ വില എന്നറിയോ? പിന്നെ ഗ്രാനൈറ്റിന് എന്താ വില എന്നറിയോ? ഇതൊക്കെ വലിയ പൈസ ഉള്ളവർക്ക് നടക്കുള്ളൂ. ഇന്ത്യ ക്ലോസറ്റിലൊക്കെ കക്കൂസിൽ പോകണമെങ്കിൽ തന്നെ കുറച്ച് യോഗ്യത വേണമെന്നുള്ള നിലക്കൊക്കെ ആയിരിക്കും ചില ആളുകൾ സംസാരിക്കുക. പറയരുത്. വീടിന്റെ വലിപ്പം കാരണം, കാറിന്റെ ഭംഗി കാരണം, അതൊരിക്കലും നമ്മുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കാരണം, അത് ദീനിയായ ഇൽമാവട്ടെ ഭൗതികമായ ഇൽമാവട്ടെ എന്താണെങ്കിലും വലിയ ആളാവാൻ ഒരാൾക്ക് യോഗ്യതല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ദുന്യവിയായി. അള്ളാഹ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത അത് മറ്റുള്ളവരെക്കാളും നമ്മൾ ഉഷാറാണെന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? കാര്യം കഴിഞ്ഞു, അവിടെ ക്ലോസ് ചെയ്തോളൂ അല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മാതൃക ഏതാണ്? അല്ലാഹ് ചോദിക്കും, കണ്ടോ എന്റെ സുലൈമാൻ നബി, എന്തല്ലാത്തത്? നിന്നെപ്പോലെ 2 ഏക്കറല്ല ഉള്ളത്, ലോകം മുഴുവനാണ്. നിന്നെപ്പോലെ ഒരു രാജ്യത്തിന്റെ അല്ല, ലോകം മുഴുവനാണ്. നിന്നെപ്പോലെ മനുഷ്യരല്ല, എല്ലാവരും. എന്നിട്ടോ നിന്റെ അടിമയായി. മറുപടി പറയാനോ? രോഗികളായ ആളുകൾ അല്ലാഹുവിനോട് രോഗത്തിന്റെ കാര്യം പറയുമ്പോ ഇന്നിപ്പോ ചില ആളുകൾക്ക് രോഗം ഉണ്ടോ ഇല്ലെന്ന് സംശയിക്കുമ്പോഴേക്കും ചില ആൾക്കാർ നിസ്കാരം നിർത്തിവെക്കുക, ചില ആൾക്കാർ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ കസേരയിൽ ഇരിക്കുക. ഞാൻ കസേരയിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് ഇപ്പോ കസേരയിൽ ഇരിക്കുക പള്ളിയിലേക്ക് ഇങ്ങനെ ഉഷാറായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പറഞ്ഞിങ്ങനെ നടന്നു വന്ന ആളുകളായിരിക്കും. പക്ഷെ നിസ്കരിക്കണമെങ്കിൽ മുമ്പ് ഒരു കസേര വേണം മാത്രം. ഇനിയിപ്പോ കസേരയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വേറെ വീട്ടിലും ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ, ചിലപ്പോൾ സാധുവായിരിക്കും, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇതന്നെ മസ്കൽ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഉസ്താദുമാര് പള്ളിയിൽ ഇറങ്ങുന്നവൻ എന്തിനാ? ഉസ്താദുമാരങ്ങൾ പള്ളി നിശ്ചയിച്ചിരിക്കുന്നത് വെറും ഇമാമുക്ക മാത്രമല്ല, പിന്നെയോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മുശാവറ ചെയ്യണമെന്നുള്ളതാണ്. ഭൗതികമായ കാര്യങ്ങളും കൂടി മുശാവറ ചെയ്യാനുള്ള ഒരാളാണ്. ഇനിയിപ്പോ അതവിടെ നിൽക്കട്ടെ, ഇതിന് ചെയ്യുന്നില്ല എന്ന് വെക്കുക. ഇതിന് നമ്മൾ ഉപരെക്കാളും വലിയ മുസ്ലിംരായി. അതാണ് ചില ആളുകൾ അങ്ങനെയാണ്. ഏതായാലും രോഗികളാകുന്നത് രോഗികളല്ലാനോട് പറയും, അല്ലാഹ് എനിക്ക് രോഗമായത് കാരണം ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ രോഗമായ ഇബാദത്ത് ചെയ്യണം എന്നാണോ? ചെയ്യേണ്ട ഇബാദത്ത് ചെയ്യണം. രോഗിയായാൽ ചെയ്യാൻ കഴിയാത്ത ഇബാദത്തിന് അല്ലാഹു തആല ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം കൊടുക്കുന്നതാണ്. എങ്ങനെയെന്നറിയോ? ഉദാഹരണമായിട്ട് ഒരാള് 5 നേരവും ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്. അയാൾക്ക് രോഗമായി, അയാൾ കിടക്കുകയാണ് വീട്ടില്, അങ്ങനെ അയാൾ നിസ്കരിക്കുകയാണ്. അല്ലാഹു അയാൾക്ക് ജമാഅത്തിന് കൂലി കൊടുക്കും. ഒരു സ്ത്രീ എല്ലാ വക്തും നിസ്കരിക്കുന്ന ആളാണ്. ആ സ്ത്രീക്ക് ആർത്തവമുണ്ടായി, ആർത്തവ കാലത്ത് അവൾ നിസ്കരിക്കാതിരിക്കലാണ് വേണ്ടത്. നിസ്കാരത്തിന്റെ കൂലി അല്ലാഹു തആല അവൾക്ക് കൊടുക്കുന്നത് പോലെ ഖുർആൻ ഓതുന്ന സ്ത്രീയാണ്, അത് കാരണം ഖുർആൻ ഓതി, അത് കാരണം അല്ലാഹു തആല അവൾക്ക് ഖുർആൻ ഓതുന്നതിന്റെ സവാബ് കൊടുക്കുന്നത് പോലെ ഇതാണ് രോഗി. പക്ഷെ രോഗം എന്നുള്ളതിന്റെ പേരിൽ അള്ളാഹുവിനോടുള്ള ചിലപ്പോ അള്ളാഹിനെ തന്നെ ധിക്കരിച്ച് കളയും. രോഗം, ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാണല്ലോ, ചിലപ്പോ അള്ളാഹു തആല വലിയ കുഫ്രിയത്തിലേക്ക് വരെത്തിക്കും. എനിക്ക് പരിചയമുള്ള ഒരാൾ, മൂപ്പര് ഭയങ്കര കടായി. കടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വന്ന കടാണ്. അത്യാവശ്യം ചെറിയൊരു സമ്പന്നനായി, ഒരു കച്ചവടമൊക്കെ തുടങ്ങി, 1-2 ഷോപ്പുകളൊക്കെ ആയി. അപ്പൊ മൂപ്പർക്ക് 4 ആക്കണം, 4 8 ആക്കണം, 8 16 ആക്കണം. ഇങ്ങനെ ആക്കി നാട്ടുകാരെ കാശൊക്കെ വാങ്ങി ഏകദേശം 1 കോടിയോളം കടമാണ്. അപ്പൊ ചില ആൾക്കാരുണ്ടാവും, പഠിച്ചോൻ എന്റെ കാശ് അങ്ങനെ പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരെയാണ് ആദ്യം ചെവിക്ക് പിടിക്കേണ്ടത്. വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുക എന്നുള്ളത് കുറെ ആൾക്കാർ ഈ കാലഘട്ടത്തിലുള്ള ഒരു കുതന്ത്രമാണ്. വെറുതെ ഇരുന്ന് കാശുണ്ടാക്കി എങ്ങനെങ്കിലും ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ വാങ്ങുക, അത് വിൽക്കുക, എന്നിട്ട് അതിന് കുറച്ച് കാശുണ്ടാക്കുക, എന്നിട്ട് ആ കാശ് ഏതെങ്കിലും അലവലാടി വന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് കച്ചവടമാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോഴേക്ക് അവന്റെ അടുക്ക് 2 ലക്ഷം. സ്വർണം പോയി, കാശും പോയി, എല്ലാം പോയി. സൂക്ഷിക്കണം നമ്മൾ. ഇതൊക്കെ എന്താണെന്നറിയോ? ദുനിയാവിനോടുള്ള കച്ചവടത്തിനെതിരല്ലോ. കച്ചവടം എന്ന് പറഞ്ഞ സ്വർഗത്ത് കടക്കാനുള്ള മാർഗമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. ഇതല്ലല്ലോ, ഇതൊരു തരം ആക്രാന്തം എന്നല്ലാതെ എന്താ പറ്റി പറയാം. ഏതായാലും ഇയാൾ വലിയ കടക്കാരൻ, സാധു. അള്ളാഹു ആ കടങ്ങളൊക്കെ വീട്ടാൻ അയാൾക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയപ്പോ ഈ ചെറുപ്പക്കാരന്റെ സഹോദരൻ പറയാണ്, ഇയാളെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, എന്ത് എന്റെ കടങ്ങളൊക്കെ വീടാൻ ഞാൻ കാബന്റെ അടുത്ത് ദ്വാരന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പെട്ടെന്ന് പറഞ്ഞത്, ഈ സഹോദരൻ എന്നോട് പറയാണ്, അനുജം പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ദ്വാരക്കുമ്പോഴേക്കും ഇവിടെ കാശ് അങ്ങോട്ട് പൊട്ടിച്ചാടുന്നു. നല്ല മനുഷ്യനാണ് അയാൾ. നല്ല മനുഷ്യനായതുകൊണ്ട്
എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആളുകളൊക്കെ ഇവർക്ക് പൈസ കൊടുത്തത്? ഏതെങ്കിലും വെറുതെ ഒരു പൊട്ടാടി വന്നിട്ട് ചോദിക്കുമ്പോഴേക്ക് കാശ് കൊടുക്കൂലല്ലോ. ഇയാൾ നല്ല മനുഷ്യനാണ്, ഒരാൾക്കും ഒരു അഭിപ്രായമില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത ഇയാള് നല്ല മനുഷ്യനായ ഇയാള്, ഒരു ചെറിയ ആലിമും കൂടെയായ ഇയാള് പറയാണ്, നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ദ്വയർക്കുമ്പോഴേക്ക് പൈസ അങ്ങോട്ട് പൊട്ടിച്ചാടോ. അപ്പൊ എന്നോട് അങ്ങോട്ട് പറഞ്ഞിട്ട് പറയണേ, വെറുതെ അല്ലട്ടോ നിങ്ങളൊന്നും വാന്ന് പറയുമ്പോ ഇതൊക്കെ കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്നു പറയണത്. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കടക്കൾ വന്ന പെട്ടിലെ ബുദ്ധിമുട്ടിയിലെ പടച്ചോനെ ബുദ്ധിമുട്ടി അള്ളാഹുവിലുള്ള നിരാശ, അവനെ ഇബാദത്തില്ല, തഖ്വയില്ല, ജീവിതമില്ല. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിനെ വിസ്മരിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. കണ്ടോ, അയ്യൂബ് നബി വലിയ രോഗിയായിരുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പരീക്ഷിക്കപ്പെട്ട് രോഗിയായ അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിജയിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അടിമകളായ ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട്, റബ്ബേ ഞങ്ങൾ അടിമകളായിരുന്നു, ഞങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിനോട് പരിഭവം പറയുമ്പോ ആചാര്യാജനായ അല്ലാഹു തആല പകരം കാണിച്ചു കൊടുക്കുന്നത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ആവേശമല്ലേ, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഖുർആനിലെ മുഅ്മിനീങ്ങൾക്ക് വലിയ ഒരു മാനസികമായ ഉത്കർഷം ഉണ്ടാക്കുന്ന ഒരു സൂറത്താണ് യൂസുഫ് സൂറത്ത് എന്നാണ്. ഒരാൾക്ക് ഒരു വിഷമുണ്ടായാൽ, ഒരു സങ്കടം ഉണ്ടായി, ഭയങ്കര വിഷമം, ആ വിഷമുണ്ടായ, ആ വിഷമം എന്തിന്റെ പേരിലുള്ള വിഷമാണ്? പ്രണയഭംഗത്തിന്റെ പേരിലുള്ള വിഷമുണ്ടായ ഈ സൂറത്ത് ഓതിയാൽ ശരിയാവുമെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഒരു വിഷമുണ്ടായി, ആ വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് കേട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പൊ കേൾക്കുക എന്ന് പറഞ്ഞു, ഓതിയാലോക്കെ നീ ഓതാൻ കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ ഇത് കേൾക്കുക. എങ്ങനെ കേൾക്കുക? ഒന്നുകിൽ ഏതെങ്കിലും സീഡിയിലെടുത്ത് കേൾക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ആ ഹുസ്നിനെ, ആ ദുഃഖത്തെ അല്ലാഹു തആല ഇല്ലാതാക്കി കളയുന്നുള്ളതാണ് യൂസുഫ് സൂറത്ത്. അതുപോലെ സൂറത്ത്, ഈ രണ്ട് സൂറത്തുകൾ സ്വർഗത്തിലുള്ള ആളുകൾ നാളെ ആസ്വദിക്കാൻ വേണ്ടി ഓതുന്ന സൂറത്തുകളാണ് എന്നും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിയുടെ പ്രത്യേകത എന്താ? അടിമയായിരുന്നു, ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായതെന്നറിയാലോ? യൂസുഫ് അലൈഹിസ്സലാം വഫാത്താകുന്ന സമയത്ത് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് വകുൽ സമാവാതി വൽ അർള് അൻത വലീ ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ എനിക്ക് നീ രാജാധികാരം തന്നു, എനിക്ക് നീ വിജ്ഞാനം തന്നു, അല്ലാഹുവേ എല്ലാം തന്നു. ഇനി എനിക്ക് ചോദിക്കുവാനുള്ളത് തവഫനി മുസ്ലിമ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ നല്ലവരിൽ ചേർക്കണേ. ഇതാണ്. അപ്പൊ ദുനിയാവിൽ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ ദുനിയാവിന് വേണ്ടി മാത്രം ലക്ഷ്യീകരിച്ചാൽ ഇവിടെയുള്ള ജീവിതം മാത്രമാണ് ജീവിതം എന്ന് കരുതിയിട്ട് ആസ്വാദനത്തിന് വേണ്ടി നിസ്കാരമില്ലാതെ ഇബാദത്തില്ലാതെ തോന്നുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ, അഹങ്കാരിയായി ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കഴിഞ്ഞാൽ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് യാതൊരു ഗുണവുമില്ല, നേട്ടവുമില്ല. എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അവർക്ക് സ്വർഗ്ഗമില്ല. എന്താ അതുകൊണ്ടുള്ള മെച്ചം? എന്താ അങ്ങനെ ജീവിച്ചുകൊണ്ടുള്ള കാര്യം? എന്നാലോ വമിൻഹും അവർക്കിടയിൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എങ്ങനെ പറയുന്ന ആളുകൾ? പറഞ്ഞോളൂ. നേരത്തതില്ല, നേരത്തെ ദുനിയാമേ ഉള്ളൂ. വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.
അവർ പറയുന്നത് എന്താ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നല്ലത് മാത്രം തരേണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നല്ലത് മാത്രം തരേണമേ, വഖിനാ അദാബന്നാർ, കത്തിയാളുന്ന നിന്റെ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങനെയുള്ളവർ അല്ലാഹുവിനോട് പറയും. അങ്ങനെ പറഞ്ഞാലോ ഉലൈക ലഹും നസീബുൻ മിമ്മാ കസബൂ, അവർ സമ്പാദിച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ. അല്ലാഹു സരീഉൽ ഹിസാബ്, അവരുടെ വിചാരണ അല്ലാഹു തആല എളുപ്പമാക്കുന്നതുമാണ്. ഇത് കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, ഇതായിരിക്കണം നമ്മുടെ ജീവിതം, സ്വർഗം തേടിയുള്ള ജീവിതം, അല്ലേ? അങ്ങനെ ജീവിക്കണ്ടേ? ദുനിയാവിൽ അല്ലാഹുവിനോട് നന്മ ആഗ്രഹിക്കുക. പടച്ചോനെ എനിക്ക് ആരോഗ്യം തരണം. എന്തിന്? സ്കരിക്കാനുള്ള ആരോഗ്യം, നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം, ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യം, എന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ആരോഗ്യം, ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം തരണേ. എനിക്ക് നല്ല മക്കളെ തരേണമേ, എനിക്ക് നല്ല മനസ്സ് തരേണമേ, എനിക്ക് നല്ല ഭാര്യയെ തരേണമേ. നിനക്ക് ആഗ്രഹിക്കാലോ, എനിക്ക് നല്ല ഭാര്യയെ തരേണമേ. സുന്ദരിയായ ഭാര്യ എന്ന് മാത്രമല്ല, സൽസ്വഭാവിയായ ഭാര്യ, സുബഹിക്ക് എന്നെ തട്ടിവർത്തുന്ന ഭാര്യ, എനിക്ക് ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഭാര്യ, എന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാര്യ, എന്റെ മക്കളെ ഹിഫ്ള് പഠിപ്പിക്കാൻ, ഹാഫിളാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഭാര്യ, ഹറാം എന്റെ കയ്യിൽ കാണുമ്പോ അതിൽ നിന്ന് എന്നെ വിലക്കുന്ന ഭാര്യ. അങ്ങനെ ആഗ്രഹിക്കാലോ. എനിക്കറിയാവുന്ന വലിയ ഒരാൾ, എനിക്കറിയുന്നവരൊക്കെ വലിയ ആൾക്കാരെ മനസ്സിലാക്കണ്ടോ, അവരെ ഉദാഹരണങ്ങൾ ഇയാൾ പറയുന്നതൊക്കെ വലിയ വലിയ ആൾക്കാരെ പറ്റിയാണല്ലോ. പിന്നെ എനിക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ഫുലാൻ ബിൻ ഫുലാൻ. ഇയാളുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടി വി, നമ്മുടെ ടെലിവിഷൻ ഉണ്ടല്ലോ. ഇന്നിപ്പോ ഈ ഇവിടെയൊക്കെ പോയാൽ, അവിടെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാവങ്ങളാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടി വി വരെ വീട്ടിലുണ്ടാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? കാരണം അവർക്ക് ഇന്നാളിന്ന ആള് അവിടെ ഭരണാധികാരി ആയിട്ടുണ്ടെങ്കിൽ ഓർക്ക് കൊടുക്കാവുന്ന ആനുകൂല്യം, ഇപ്പൊ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കില്ല എന്നാ കേട്ടത്. കാരണം ഗ്രൈൻഡർ കൊടുത്തു, മിക്സി കൊടുത്തു, കത്തി കൊടുത്തു, ടി വി കൊടുത്തു, ഇനിയിപ്പോ എന്താ കൊടുക്കുക? കൊടുക്കണേ കുറച്ച് സാധനങ്ങൾ വേണമല്ലോ, അതുപോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വീട്ടിൽ ഇതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെപ്പറ്റി എന്തോ ഒരു സംസാരമാണ്. അപ്പൊ എന്നോട് പറഞ്ഞയാള്, പെണ്ണുങ്ങൾ സമ്മതിക്കണില്ല. ഇവിടെ പെണ്ണുങ്ങൾ പറയാം, ഭാര്യ പെണ്ണുങ്ങൾ സമ്മതിക്കണില്ല. ഒരു ദിവസം ഇവരുടെ നാട്ടിലെ ക്ലബ്ബ് ഉണ്ടാവുമല്ലോ, ആ ക്ലബ്ബ് ഇയാളുടെ വീട്ടിൽ വന്നൊരു ടി വി സ്പോൺസർ ചെയ്തു. ഒരു സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഞാന് ആ ടി വി വാങ്ങിയിട്ട് ഒരു ഇവിടെ കൊണ്ടുവന്നു ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ വലിയ ബഹളം ഉണ്ടായി എന്നാണ് എന്നോട് പറഞ്ഞത്. ഇയാളത് വലിയ മഹത്വമായിട്ടല്ല പറഞ്ഞത്, ഇയാൾ അയാളുടെ ഒരു ബുദ്ധിമുട്ട് ആയിട്ട് എന്നോട് പറയാണ്. ഞാൻ പറഞ്ഞു ഇതന്നല്ലേ വേണ്ടത്, നിങ്ങളൊരു സൗഭാഗ്യമല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അൽഹംദുലില്ലാ, അതെന്നല്ലേ ഭാഗ്യം. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിഅമത്തായി പറഞ്ഞുകൊണ്ടാ, ദീനായിട്ട് അവനെ ജീവിക്കാനും സഞ്ചരിക്കുവാനും അവൻ ഈ ദീനായിട്ട് ലോകത്ത് ജീവിക്കുവാനും അവനെ സഹായിക്കുന്ന ഭാര്യ ദുനിയാവിൽ അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്ന നിഅമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ്. നിഅമത്ത് കിട്ടിയ ആൾക്കാരെന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ സമാധാനിക്കുകയാണ്. അല്ലാഹു തആല നിഅമത്ത് എല്ലാവർക്കും നിലനിർത്തി പെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലത് മാത്രം തരേണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് തരേണമേ, ഹറാമിൽ നിന്ന് ഞങ്ങൾക്ക് തടയുന്നത് തരേണമേ, ഹലാലായ സമ്പാദ്യം തരേണമേ. തന്നിട്ടെന്തിനാണ് വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നല്ലത് മാത്രം. സ്വർഗം അല്ലേ? ഫിഹാ ഐനുൻ ജാരിയ ഫിഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയു മബ്സൂഫ. നിറക്കപ്പെട്ട ചഷകങ്ങൾ, ഉയർന്നു നിൽക്കുന്ന തലയിണകൾ, വിരിക്കപ്പെട്ട വിരിപ്പുകൾ എല്ലാമായിട്ട് എന്തൊരു സന്തോഷമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയിരിക്കുന്ന സ്വർഗം.
അല്ലേ മുഅ്മിനെ? നമ്മളത് ആഗ്രഹിക്കും. അല്ലാഹ് നമുക്കതൊക്കെ തരട്ടെ. അല്ലാഹ് ആ സ്വർഗത്തിന്റെ അവകാശികളെ ചോദിക്കാൻ നമുക്ക് അർഹതയില്ല എങ്കിലും, തേടാൻ നമുക്ക് അവകാശമില്ല എങ്കിലും, നമ്മൾ ഇതുപോലെ ഓർക്കുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹു ഇതുകൊണ്ട് സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞല്ലോ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖലത് അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിൽ കടന്നാൽ, എങ്ങനെ കടത്തതിന് രസമുണ്ട് അല്ലേ? സാധാരണ നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ ചെല്ലുന്ന അങ്ങോട്ടാണ് സലാം പറയാം. ഒരാളിങ്ങോട്ട് വരുമ്പോൾ അസ്സലാമു അലൈക്കും. എന്നാ സ്വർഗത്തിൽ നേരെ തിരിച്ചാണെന്നാണ്. സ്വർഗത്തിൽ ഇങ്ങനെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന മലായികത്തുൽ കിറാം വരുന്ന ആൾ സലാം പറഞ്ഞിട്ടിങ്ങനെ അല്ലേ, സലാമുൻ അലൈക്കും, നിങ്ങളുടെ പേര് അസ്സലാമു അലൈക്കും, തിബ്തും, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങളൊക്കെ നല്ലത് ചെയ്തവരാണല്ലോ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, സ്വർഗ്ഗത്തിൽ നിങ്ങൾ ശാശ്വതരായി കടന്നോളൂ. അങ്ങനെ അവിടെ കിടന്നാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. എല്ലാം അവിടെ മലക്കുകൾ ഉണ്ടാവും സേവകന്മാരായിട്ട് അല്ലേ, ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ടില്ല. അവർക്കിങ്ങനെ ഭക്ഷണം കിട്ടുമ്പോൾ അവര് പറയുകയാണ്, അവര് പറയും, പടച്ചോനെ ഇത് ഞങ്ങൾ ദുനിയാവിൽ നിന്ന് മുമ്പ് തിന്നതാണല്ലോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ മുമ്പ് തിന്നതാണല്ലോ. അവർക്ക് ഒരേപോലെയുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അത് ഒരുപോലെയുള്ള ഭക്ഷണങ്ങളല്ല. രുചി വ്യത്യാസമുണ്ട്, നിറം വ്യത്യാസമുണ്ട്, അതിന്റെ മധുരം വ്യത്യാസമുണ്ട്, അത് കഴിച്ചാലുണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യാസമുണ്ട്. ഇതൊക്കെ അങ്ങനെ കിട്ടാൻ സ്വർഗത്തിലുള്ള അനുഭവങ്ങൾ. അല്ലാഹുവേ, അങ്ങനെ കിട്ടിയാൽ സ്വർഗത്തിൽ അവർക്കിങ്ങനെ വിരിപ്പുകൾ വിരിക്കപ്പെടും. ഹദീസിലങ്ങനെയാണ്, അവർക്കിങ്ങനെ വിരിപ്പുകൾ, അവർക്കിങ്ങനെ വിരിപ്പുകൾ ഇങ്ങനെ വിരിക്കപ്പെട്ടു. അവർക്കെല്ലാം കിട്ടി, ഇനി ഒന്നും കിട്ടാനില്ല. എന്നാലും കാണാം അവരുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം, എന്തോ ഒരു പരിഭവം, എന്തോ ഒരു ദുഃഖം അവരുടെ മുഖത്ത് കാണാം. സുരലോകമാണിങ്ങളെ സുഖം നൽകാൻ അവർക്ക് ഊർലിങ്ങളെ കിട്ടി, എന്നിട്ടും അവരുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖം. അള്ളാഹ് ചോദിക്കും, സ്വർഗവാസികളെ നിങ്ങൾ എന്താ നിങ്ങൾക്കൊരു ബേജാറ്, നിങ്ങൾ എന്തിനായി ദുഃഖിക്കുന്നത്? മുഅ്മിനെ, അതൊക്കെ നമ്മോട് ചോദിക്കപ്പെടുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ അങ്ങനെ ചോദിക്കപ്പെട്ടാൽ അവരല്ലാഹുവോട് പറയുന്ന കാര്യം എന്താണ്? അല്ലാഹുവേ, ഇന്നലനാ മൗഇദൻ ഖദ് ജാഅ വഖ്തു, ഞങ്ങൾക്ക് നീ ഒരു വാഗ്ദാനം നൽകിയിരുന്നല്ലോ, അതിന്റെ സമയമായി. പക്ഷേ ആ വാഗ്ദാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഏതാ വാഗ്ദാനം? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കും, അല്ലാഹുവിലേക്ക് നോക്കുന്നവരായി പ്രകാശിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, അത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ. അല്ലാഹ് പറയും, മലക്കുകളെ എന്നോട് ചോദിക്കുന്നുണ്ടവർ സ്വർഗത്തിൽ നിന്ന് എന്നെ കാണാനുള്ള ആഗ്രഹം, അത് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് ആ മറ മാറ്റിക്കൊടുക്കൂ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബേ, എങ്ങനെയാണ് ഇവർക്ക് മറ മാറ്റിക്കൊടുക്കുക? കാരണം ഇവർ ദുനിയാവിൽ മഹാവില്ലന്മാരായിരുന്നു, തോന്നിയതുപോലെ ജീവിച്ചു. പിന്നെ നീ പുറത്തു കൊടുത്തോണ്ട് ഒരു സ്വർഗത്ത് കടന്നു. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ നിന്നെ കാണാൻ? എങ്ങനെ കാണും? അപ്പൊ അതിന് അല്ലാഹ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, കേട്ടോളൂ, ഉറങ്ങാതെ കേട്ടോളൂ. അല്ലാഹു അതിന് പറയുന്ന ഒരു മറുപടിയുണ്ട്. മലക്കുകളെ, അവർക്ക് മറമാറ്റി കൊടുക്കൂ. കാരണം എന്താണ്? ഫഇന്നഹും കാനൂ റാകിരീന ബാഖീന ഫിദ്ദുനിയ.
എന്നെ കാണാൻ വേണ്ടി അവരൊറ്റക്കിരിക്കുന്നവരും അവർ കരയുന്നവരും എന്നെ ഓർക്കുന്നവരുമായിരുന്നു. മറ മാറ്റിക്കൊടുക്കൂ, മലക്കുകൾ മറയങ്ങ് മാറ്റിക്കൊടുക്കും. അള്ളാനെ അവർ കാണും. എങ്ങനെയാണെന്നറിയില്ല, രൂപഭാവങ്ങൾ നമുക്കറിയില്ല. അള്ളാനെ കാണും. അള്ളാനെ കണ്ടാലോ അള്ളാന്റെ മുമ്പിൽ അവർ സുജൂദിൽ വീഴും. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, അവസരം നൽകണേ അല്ലാഹ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ സുജൂദിലായി വീഴും. അപ്പൊ അള്ളാഹ് പറയും, സ്വർഗ്ഗവാസികളെ, ഇതൊരിക്കലും ഇബാദത്തിന്റെ വീടല്ലല്ലോ, കറാമത്തിന്റെ വീടാണല്ലോ, ഇത് നിങ്ങൾക്ക് ബഹുമാനം നൽകുന്ന വീടാണല്ലോ. നിങ്ങൾ എഴുന്നേൽക്കൂ, സ്വർഗ്ഗവാസികൾ എഴുന്നേൽക്കും. അവരിങ്ങനെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ അവരോട് ചോദിക്കും, യാ ഇബാദി, എന്റെ അടിമകളെ, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ സുബഹിക്ക് എഴുന്നേറ്റവരല്ലേ, നിങ്ങൾ ഖുർആൻ ഓതിയവരല്ലേ, നിങ്ങൾ വാദ സംഘടിപ്പിച്ചവരല്ലേ, നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തവരല്ലേ, നിങ്ങൾ സ്വതക്ക ചെയ്തവരല്ലേ, നിങ്ങൾ എഴുതി പറഞ്ഞവരല്ലേ, നിങ്ങൾ പഠിപ്പിച്ചവരല്ലേ, നിങ്ങൾ കൽബിൽ നിന്ന് ഹറാമുകളെ ഒഴിവാക്കിയവരല്ലേ, നിങ്ങൾ ജീവിച്ചവരല്ലേ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? വല്ലാത്തൊരു ചോദ്യം. ആ സമയത്ത് സ്വർഗ്ഗവാസികൾ പറയുകയാണ്, സ്വർഗത്തിൽ കിടന്നവർ അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുവേ, എങ്ങനെയാണ് അല്ലാഹ് ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെടാതിരിക്കുന്നത്? കാരണം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഒരു കണ്ണിന് വരെ കണ്ടിട്ടില്ലാത്ത അനുഭൂതികൾ, വരെ ഒരാളും കേട്ടിട്ടില്ലാത്ത സുഖങ്ങൾ നിങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത അത്രയും വലിയ സുഖങ്ങളല്ലേ നീ നൽകിയത് എന്ന് സ്വർഗ്ഗവാസികൾ അല്ലാഹുവിനോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്. ഞങ്ങളെ നിന്റെ നരകാഗ്നിയിൽ നിന്ന് നീ കാക്കണേ എന്ന് പറഞ്ഞ ആളുകൾ ദുനിയാവിൽ നിന്നവർ പോയതിന് അവർ ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട്. അവരുടെ വിചാരം അല്ലാഹു തആല വളരെ വേഗത്തിലാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മള് 2-3-4 ദിവസങ്ങളിലായി ഈ വഅദ് പറഞ്ഞ് ഈ വഅദ് കഴിയുമ്പോഴേക്ക് വലിയ ഒരു ലക്ഷ്യം ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ദ്വാരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. എല്ലാവരും അങ്ങനെ തന്നെ എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ കുറച്ച് കവറുകൾ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ആ കവർ എന്നറിയോ? നിങ്ങൾ ആ കവറിൽ നാളെ വരുന്ന സമയത്ത് വലിയ സ്വതക്കകൾ ഇട്ടിട്ട് വേണം നിങ്ങൾ വരാൻ. കാരണം നിങ്ങൾ കൊടുക്കുന്ന 1000-ഉം 5000-ഉം 10000-ഉം 50000-ഉം 1,00,000-ഒക്കെ ഒരിക്കലും പാഴാകാതെ എന്നെന്നും ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ പദ്ധതിയാണ് നമ്മുടെ സ്ഥാപനം. അതിന്റെ ബിൽഡിംഗ് ഉണ്ടായോ? ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര എന്നിന്റെ അപ്പൊ വലിയ ഫണ്ടാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പൊ ഇപ്പോ ഈ സന്ദർഭത്തിൽ അത് ഒരുപക്ഷെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് നിയ്യത്ത് ചെയ്യണം. സഹോദരിമാരൊക്കെ നിയ്യത്ത് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള മുതലാക്കുക. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മുതൽ. നിങ്ങളുടെ കയ്യിലുള്ള മുതലെന്താ? നിങ്ങളുടെ വളകൾ. അതാ കൊടുക്കേണ്ടത്.
മോതിരം എന്ന് പറയുന്നത് കൊടുക്കുന്നതിനേക്കാളും വളരെ ശക്തമായിട്ട് കൊടുക്കണം നമ്മുടെ വളകൾ. അതാ ഊരി കൊടുക്കേണ്ടത്. എന്തിന്? ഈ പ്രസ്ഥാനത്തിന്. ഖബറിന്റെ ഭാഗം ഇടിഞ്ഞ് അവിടെ പൊക്കണമെങ്കിൽ 1 കോടി രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ വല്ലതും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടാവില്ല. സ്വർഗത്തിൽ അല്ലാഹു നമ്മെ കാത്തിരിക്കും. അവൻ വിളിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഈ കവർ നിങ്ങളുടെ അടുക്കൽ ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ വരുന്ന സമയത്ത് അല്ലാഹു മാത്രം അറിയുന്ന രീതിയിൽ ഇതിൽ നല്ല ഒരു സദഖ, ചുരുങ്ങിയത് 1001 രൂപയെങ്കിലും, ചുരുങ്ങിയത്. അതിന്റെ 10 ഇരട്ടിയാക്കാം, 20 ഇരട്ടിയാക്കാം, ഓരോരുത്തരുടെ കഴിവനുസരിച്ച്. അതാണ് ഏറ്റവും ഉന്നതമായ സ്വതക്ക. ഇപ്പോൾ തന്നെ അതിന് നല്ല ഒരു നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആ സ്വതക്ക നിങ്ങൾ എല്ലാവരും ഈ കവറിലിടണം. അല്ലാഹു എന്തൊക്കെ നിയ്യത്തോടുകൂടെയാണോ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, അല്ലാഹു തആല ആ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ്. മരിച്ചവർക്ക് മഗ്ഫിറത്തിനും അവരുടെ ഖബറിൽ വിശാലമാകാനും പേര് പറയാൻ ഉദ്ദേശിക്കാത്ത ഒരു സ്ത്രീ കണ്ടില്ലേ? ഇതാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. സഹോദരിമാരെ, ഇതാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഏതോ ഒരു കാതിൽ കാലങ്ങളോളം കിടന്നിരുന്ന ഒരാഭരണമാണിത്. അല്ലാഹുവേ, ഇത് ധരിച്ച സ്ത്രീയിൽ സ്വർഗത്തിന്റെ അവകാശങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടുപോയവരാരൊക്കെയാണോ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിലേക്ക് ഇതിന്റെ സ്വഭാവം നീ എത്തിക്കണേ റഹ്മാനേ. നീ സ്വീകരിക്കണേ അല്ലാഹുവേ. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അല്ലാഹ്. സഹോദരിമാരെ, സ്വർണം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കുക. സ്ത്രീകളുടെ വളണ്ടിയർമാരൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിലത് ഏൽപ്പിക്കുക. ഈ ദുആയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നേതൃത്വത്തിലൂടെ ദുആ നടക്കുന്ന സഫ്വാൻ തങ്ങളുടെ നേതൃത്വത്തിൽ മരിച്ച ഉപ്പാക്കും അതുപോലെ അവർക്ക് സുഖപ്രസവത്തിനും വേണ്ടിയിട്ട് ഒരു മോതിരം. അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പായുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശങ്ങളിൽ നീ ചേർക്കണേ തമ്പുരാനെ. പ്രസവത്തിൽ ഒരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ല റഹ്മാനേ, ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ നിന്ന് ഇനി എന്താണ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മള് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഏതാനും സമയത്തിനകം ഇവിടെ എത്തും. ഏറ്റവും മുബാറക്കായ ഒരു മജ്ലിസാണ്. നമ്മളെല്ലാവരും ഈ പദ്ധതി ഈ നാടിന് ഒരു അഭിമാനമായിട്ട് മാറും. നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മളുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരിടമായിട്ടാവണം അതിനെ കാണേണ്ടത്. മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവിടെ ചേർന്ന് പരിസര പ്രദേശങ്ങളിലുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസൽ ദേശമംഗലം വലിയ പ്രഗത്ഭനായ പ്രഭാഷകനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ കോയ തങ്ങളല്ല അസ്ഹരിയാണ് നാളത്തെ ദിക്ർ സ്വലാത്ത് മജ്ലിസിനുള്ളത്. മറ്റന്നാൾ 28-ാം തീയതി ഇവിടെ മാണിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദുആ സമ്മേളനമുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ ഷഫീഖ് അക്കുപ്പടി ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണമുണ്ട്. അല്ലാഹു തആല എല്ലാം ഖബൂലാക്കുമാറാവട്ടെ, എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.